അമ്മേ പരിശുദ്ധ അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥതയിലെ ഞാൻ അങ്ങയുടെ മക്കളെ ആശീർവദിക്കുന്നു. ഈശോ, ഏതെങ്കിലും പ്രത്യേക കാര്യങ്ങൾക്ക് വേണ്ടി രാത്രി ഉറങ്ങാതെ വിഷമിച്ചിരിക്കുന്നവരുണ്ടെങ്കിൽ ഈശോ അങ്ങയുടെ തിരുമുറുവാന്ന് വലതുകരം കൊണ്ട് ഇപ്പോഴവരെ തൊടണം. ഈശോയെ, ഞാൻ 39 വർഷം അർപ്പിച്ച കൃപാന്റെ യുഗതിയാൽ അവരെ തൊടണം. കൃപാസനത്തിൽ അണമുറിയാതെ നടക്കുന്ന ഉടമ്പടി ആരാധനകളുടെ ശക്തിയാൽ അവരെ കർത്താവിൻ്റെ നാമത്തിൽ ശക്തി പ്രാപിക്കട്ടെ. എൻ്റെ മക്കളെ, ജോലിയില്ലാത്തവർ, വീട്ടിൽ സമാധാനം ഇല്ലാത്തവർ, വീട് വെക്കാൻ പറ്റാത്തവർ, അതിനുള്ള സാമ്പത്തികം ഒരുങ്ങി കിട്ടാത്തവർ, ആരും സഹായിക്കാനില്ലാത്തവർ, കൊടിയ രോഗങ്ങളും കുടുംബ ബാധ്യതകളും
ആ മക്കൾക്കും പെൺമക്കൾക്കും വിവാഹ തടസ്സങ്ങളുള്ളവർ എങ്ങനെ ജീവിക്കും കർത്താവേ, എങ്ങനെയൊക്കെ ഇത് അവസാനിക്കുക? എൻ്റെ കണ്ണടയിൽ മുമ്പ് ഇതിനൊക്കെ ഒരു സമാധാനം ഉണ്ടായാൽ മതി എന്ന് വിചാരിച്ച് ദീർഘനിശ്വാസത്തിൽ പ്രാർത്ഥിക്കുന്ന അമ്മമാരെ കാണുന്നുണ്ട് ഈശോയെ. അവിടെ സങ്കടങ്ങളെ നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ അടിയറ വെക്കുന്ന ഈശോയെ, ഞങ്ങൾക്ക് തീർച്ചയായിട്ടും കഴിവുകേട് തന്നെയാണ്. ഞങ്ങൾ ആശ്രയിക്കുന്നത് നിൻ്റെ കൃപയിലാണ്, ഞങ്ങളുടെ കഴിവിലല്ല. ദൈവമേ, ഇപ്പോൾ ലക്ഷക്കണക്കിന് മനുഷ്യർ, 5 ലക്ഷത്തോളം മനുഷ്യർ പങ്കെടുത്ത് പ്രാർത്ഥിച്ച കോടിക്കണക്കിന് ജപമാലയില്ല ഈശോയെ. അതെല്ലാം ഏതെങ്കിലും തരത്തിൽ വിഷമം അനുഭവിക്കുന്നവർക്ക് വേണ്ടി, ഈ പ്രാർത്ഥന കേൾക്കുന്നവർക്ക് വേണ്ടി ഞാൻ കാഴ്ചവെക്കുകയാണ്. അവരെ ഈ പ്രാർത്ഥന കൊണ്ട് നീ വീണ്ടെടുക്കണം കർത്താവേ. പ്രത്യേകിച്ച് ആരും സഹായിക്കാനുണ്ടെങ്കിലും അവിടെ കാര്യങ്ങളൊന്നും നീങ്ങാത്തവരുണ്ട് ഈശോ. ജീവിതം ഇങ്ങനെ മുരടിച്ച് നിൽക്കുന്നവരുണ്ട് ഈശോ. ഭയങ്കര ഹെവി ആയിട്ട് മഴ പെയ്യുമ്പോൾ വളർച്ച മുറ്റും മുരടിച്ച് നിൽക്കുന്ന ചെടികളെപ്പോലെ ദുഃഖങ്ങളുടെ ആധിക്യം കാരണം ഒരു വളർച്ചയില്ലാത്ത നിൽക്കുന്ന കുടുംബങ്ങളെ കർത്താവിൻ്റെ തിരുമുറിവാർന്ന വലത് കരത്താൽ അടിപ്പിണർ പോലെ ഇപ്പോഴ് ഈശോ തൊരട്ടെ. പരിശുദ്ധ അമ്മ മധ്യസ്ഥം വഹിക്കട്ടെ. അമ്മേ, ഈ പ്രാർത്ഥന കൊണ്ട് തന്നെ സാക്ഷ്യം പറയാൻ അങ്ങയുടെ മക്കൾക്ക് സാധിക്കട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനെ നീക്കുക. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, സത്യം പറഞ്ഞാൽ ഈ നമ്മുടെ കൃപാസനത്തിലെ സാക്ഷ്യങ്ങളെല്ലാം കേൾക്കുമ്പോഴേ എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്. അതായത് ദൈവം ഒന്ന് വിചാരിച്ചാൽ നാം രക്ഷപ്പെടും. പക്ഷെ ദൈവം വിചാരിക്കണം, അല്ലെങ്കിൽ ദൈവത്തെ കൊണ്ട് വിചാരിപ്പിക്കണം. അതിന് ദൈവത്തിൻ്റെ ഹൃദയത്തെ തൊടണം നമ്മൾ. ഇപ്പം ഒരു ശതാധിപനില്ലേ, അയാൾ വില്ലനാണ്. ബൈബിളിൽ എക്കാലത്തെയും ചർച്ചാ വിഷയമായ ഒരു മനുഷ്യനാണ് ഈ റോമൻ സെഞ്ചുറിയൻ. അയാളെ കർത്താവിനെ കുറിച്ചുള്ള അസസ്മെൻ്റ് കേട്ട, അങ്ങ് എൻ്റെ വീട്ടിൽ വരാനുള്ള യോഗ്യത എനിക്കില്ലെന്ന്. ദൈവത്തെക്കുറിച്ച് അറിയുമ്പോഴും അദ്ദേഹം സ്വയം അറിയുന്നുണ്ട്. ദൈവത്തെക്കുറിച്ചുള്ള അറിവ് എന്തിനാണ്? നമ്മൾ സ്വയം അറിയാൻ വേണ്ടിയാണ്. അതാണ് ശതാധിപൻ നമുക്ക് നൽകുന്ന പാഠം. മത്തായി 8:8. അപ്പോൾ ശതാധിപൻ പ്രതിവചിച്ചു, കർത്താവേ, നീ എന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. നീ ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ഭൃത്യൻ സുഖപ്പെടും. അതായത് ദൈവത്തെക്കുറിച്ചുള്ള അറിവ് ശരിക്കും നമ്മളെക്കുറിച്ചുള്ള ഒരു അവബോധം സൃഷ്ടിക്കണം. അതാണ് യഥാർത്ഥ അറിവെന്ന് പറയുന്നത്. ഈശോയെക്കുറിച്ചുള്ള അറിവ് ശതാധിപൻ ആരാണെന്ന് അദ്ദേഹത്തിന് ഒരു സ്വയം ബോധ്യം കൊടുത്തു. എന്താണ്? അങ്ങ് ആരാണെന്ന് എനിക്കറിയാം, പക്ഷെ അങ്ങ് എൻ്റെ വീട്ടിൽ വരാൻ ഞാൻ യോഗ്യനല്ല. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ചുള്ള അറിവാണ്. ദൈവത്തെക്കുറിച്ചുള്ള അറിവ് നമുക്ക് നമ്മളെക്കുറിച്ചുള്ള അറിവ് നൽകും. ഈ ദൈവത്തെക്കുറിച്ചുള്ള അറിവ് ബൈബിള് ഒരു വ്യക്തിക്ക് അവനെക്കുറിച്ച് തന്നെ, അവൻ ആരാണ് എന്നതിനെക്കുറിച്ചുള്ള അറിവാണ് ബൈബിള് നൽകുന്നത്. ഇതിനാണ് ബൈബിള് ആത്മജ്ഞാനമെന്ന് പറയുന്നത്. ഒറ്റ ലുക്കിൽ ആത്മജ്ഞാനം പ്രാപിച്ച ആളാണ് ശതാധിപൻ. ശതാധിപൻ ഒരു യഹൂദ പാരമ്പര്യമുള്ള ആളല്ല, പക്ഷേ ദൈവത്തിൻ്റെ വാക്ക് എന്താണെന്ന് ശതാധിപനെ അറിയാം. അങ്ങയുടെ ഒരു വാക്ക് കൽപ്പിച്ചാൽ എന്ത് സംഭവിക്കും എന്നുള്ളതിനെക്കുറിച്ചും ശതാധിപനെ അറിയാം. എൻ്റെ ഭൃത്യൻ. പിന്നെ പുള്ളിയെക്കുറിച്ച് പറയണം, ഞാൻ അധികാരത്തിന് വിധേയനാണ്, എൻ്റെ കീഴിൽ ഭടന്മാരുണ്ട് എങ്കിലും. അതാണ് സ്വയം അറിവെന്ന് പറയുന്നത്. ഇത്രയും വലിയ വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ചിലപ്പോൾ 10 തലമുറ ഭക്ഷിക്കാനുള്ള സ്വത്ത് കയ്യിലുണ്ടാകും, 2 ജന്മം ജീവിക്കാനുള്ള ആരോഗ്യം ഉണ്ടാകും. ഇതൊക്കെ ഉണ്ടെങ്കിലും ഇതൊക്കെ എല്ലാം
ദൈവത്തിരുസ്ഥിതിയിൽ അടിയറ വെക്കേണ്ടതാണ്. സദാവ് പറയും, ഞാൻ അധികാരത്തിന് വിധേയനാണ്, എൻ്റെ കീഴിൽ ഭടന്മാരുണ്ട്, പക്ഷെ വെൻ ഐ തിങ്ക് ഓഫ് യു, എനിക്ക് ഒരു വെറുമ അനുഭവപ്പെടുന്നു. അതാണ് സെൽഫ് കൺട്രിഷനിലേക്ക് പോണത്. അത് അനുതാപത്തിൻ്റെ ഒരു സ്വരം അതിൻ്റെ അകത്തുണ്ട്. ശരിക്കും പറഞ്ഞാൽ അനുതാപത്തിൻ്റെ ഒരു സെഞ്ചൂറിയൻ വേർഷനാണ്. ആദ്യം തന്നെ ഈ അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയാൻ അനുവദിച്ച എൻ്റെ ഈശോയ്ക്കും എൻ്റെ അമ്മ മാതാവിനും നന്ദി പറയുന്നു. എൻ്റെ പേര് സിമി, ഞാൻ ഓസ്ട്രേലിയയിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് 2022 ജൂലൈയിലായിരുന്നു. അതിനുശേഷം ഞാൻ 2023 മാർച്ചിലാണ് ഉടമ്പടി പുതുക്കുന്നത്. പിന്നീട് അതുവരെ ഇന്നുവരെയും ഞാൻ ഉടമ്പടിയിൽ തന്നെയാണ്. അത് തീർത്ഥാടന ഉടമ്പടിയും ഓൺലൈൻ ഉടമ്പടിയുമായിട്ട് ഞാൻ കണ്ടിന്യൂ ചെയ്തു പോകുന്നു. ഞാൻ കഴിഞ്ഞ വർഷം നവംബറിൽ ഇവിടെ നിന്ന് ആദ്യമായി സാക്ഷ്യം പറഞ്ഞു. ഇതെൻ്റെ 2ാമത്തെ സാക്ഷ്യമാണ്. അന്ന് എൻ്റെ സാക്ഷ്യത്തിൽ ഞാൻ പറഞ്ഞിരുന്നു, എനിക്ക് ലഭിച്ച ഒരു വലിയ അനുഗ്രഹം അത് ഇവിടെ വന്ന് അഖണ്ഡ ജപമാല പങ്കെടുത്ത് നെക്സ്റ്റ് വർക്കിംഗ് ഡേയിൽ തന്നെ എനിക്കും എൻ്റെ ഹസ്ബൻഡിനും ഓസ്ട്രേലിയൻ വിസ ഗ്രാൻറ്റ് ചെയ്തു എന്നതായിരുന്നു. അതിനുശേഷം ഞങ്ങൾ ഡിസംബർ 31, 2024 ഓസ്ട്രേലിയയിൽ ചെല്ലുകയും അവിടെ ചെന്ന് ഞങ്ങൾ ജോലി അന്വേഷിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം 1.5 മാസത്തോളം ഞാൻ പലവിധ കമ്പനികളിൽ എൻ്റെ CV കൊടുക്കുകയും അതുപോലെ പലയിടത്തായിട്ട് അപ്ലൈ ചെയ്ത് നോക്കുന്നു. ബട്ട് എനിക്ക് എല്ലായിടത്തും റിജക്ഷൻ ആയിരുന്നു വന്നുകൊണ്ടിരുന്നത്. പിന്നീട് ആ സമയം അവിടെ ഒരു ജോലിയിൽ പെട്ടെന്നൊരു വേക്കൻസീസ് കുറവുള്ളൊരു സമയമായിരുന്നു, ജനുവരി ഫെബ്രുവരി ടൈമിൽ. അതിനുശേഷം ഞാൻ ഹസ്ബൻഡിനൊരു ജോലിയായി. പക്ഷേ ഞാൻ അവിടെ പല ഇൻ്റർവ്യൂസിനും നോക്കുന്നു. എനിക്ക് വിരലിലെണ്ണാവുന്ന ഇൻ്റർവ്യൂ മാത്രമാണ് അറ്റൻഡ് ചെയ്യാൻ തന്നെ സാധിച്ചിരുന്നത്. അപ്പോഴും ഞാൻ വളരെ സ്ട്രെസ്ഡായി പോവുകയായിരുന്നു. കാരണം 1.5 മാസത്തോളമായി ഒരു ജോലി ലഭിക്കുന്നില്ല, മറ്റൊരു രാജ്യം. ഞങ്ങളവിടെ ഒരു അടുത്ത റിലേറ്റീവിൻ്റെ കുടുംബത്തിലായിരുന്നു താമസിച്ചിരുന്നത്. അപ്പോൾ ഞാൻ എന്നിൽ തന്നെ വിലയിരുത്തി, എന്തായിരിക്കും എനിക്ക് ഒരു ജോലി ലഭിക്കാൻ, എൻ്റെ മാതാവിൽ നിന്ന് എനിക്കൊരു അനുഗ്രഹം ലഭിക്കാനുള്ള താമസം വരുന്നത്. അപ്പോൾ ഞാൻ ചിന്തിച്ചു, ഞാൻ ഉടമ്പടി എടുക്കുന്നതിൽ വരുന്ന വീഴ്ചകൾ അത് ഒരു കാരണമാണ്. അങ്ങനെ ഞാൻ 5:30 പ്രദക്ഷീകരണത്തിന് മുമ്പ് തന്നെ എണ്ണീറ്റ് കുളിച്ച് പ്രദക്ഷീകരണ പ്രാർത്ഥന ചൊല്ലാൻ തുടങ്ങി. അതുപോലെ ഇൻ്റർവ്യൂസിന് പോകുമ്പോഴോ ഇവിടുത്തെ ഡെയിലി ബ്രെഡ് പ്രാർത്ഥന അച്ഛൻ്റെത് കണ്ടിട്ട് പ്രാർത്ഥനയോടെയാണ് പോകുന്നത്. പിന്നീട് ഞാൻ എൻ്റെ കയ്യിൽ ചെറിയ എമൗണ്ട് ആണെങ്കിലും എൻ്റെ നാട്ടിലെ അക്കൗണ്ടിൽ നിന്ന് പാവങ്ങൾക്ക്, അനാഥാലയങ്ങൾക്ക് ഞാൻ സംഭാവന അയച്ചു കൊടുത്തു. അതിനുശേഷം ഞാൻ ചിന്തിച്ചു, ഉടമ്പടി നേർച്ച വസ്തുക്കൾ എൻ്റെ കയ്യിലുണ്ട്, പക്ഷേ അതൊന്നും ഞാൻ ശരിയായ രീതിയിൽ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ഞാൻ എന്താണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ ഞാൻ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ഈ കാശുരൂപം ബാഗിലിട്ട് അവിടെ ചെന്ന് പ്രാർത്ഥിച്ചിട്ട് തിരികെ ബാഗിലിട്ട് വീണ്ടും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യും. പക്ഷേ ഞാൻ ഇതിന് ശേഷം എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഈ ഉടമ്പടി കാശുരൂപം എൻ്റെ കയ്യിൽ മുറുകെ പിടിക്കും. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ മുതൽ ആ കാശുരൂപം എൻ്റെ കൈ മുറുകെ പിടിച്ച് വിശ്വാസ പ്രമാണം വളരെ വിശ്വാസത്തോടെ ചൊല്ലും. ബിക്കോസ് എനിക്ക് അവിടെ വേറെ നമുക്കൊരു ആശ്രയമില്ല, അത് ഈശോയും മാതാവും തന്നെയാണ് നമുക്ക് ആശ്രയമായി വരേണ്ടതെന്നുള്ള ആ ഒരു ഉറച്ച വിശ്വാസത്തിൽ ഞാനത് മുറുകെ പിടിച്ച് നടന്നു പോകുമ്പോഴോ ട്രെയിനിൽ സഞ്ചരിക്കുമ്പോഴോ ഞാനത് മുറുകെ പിടിച്ചിരിക്കും. ഇൻ്റർവ്യൂവിന് ചെല്ലുമ്പോഴോ അവരെൻ്റെ അടുത്ത് ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോഴോ അവർക്ക് കാണാവുന്ന പാകത്തിൽ ഒരു കൈക്കൊന്തയിൽ എൻ്റെ കൈശരൂപം മുറുകെ പിടിച്ച് വെച്ചിരിക്കും. അങ്ങനെ ഞാൻ ആദ്യം അതിനുശേഷം അറ്റൻഡ് ചെയ്ത ഒരു ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർവ്യൂവിന് ഞാൻ സാറ്റിസ്ഫൈഡായിട്ടാണ് ഇറങ്ങിയത്. പക്ഷേ ആ ഇൻ്റർവ്യൂ പിന്നീട് എനിക്ക് ലഭിച്ചില്ല. പക്ഷേ ആ ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഇറങ്ങി ഞാൻ വീട്ടിലേക്ക് പോകുമ്പോഴേക്കും അടുത്ത ഇൻ്റർവ്യൂവിന് എന്നെ വിളിച്ചു. നെക്സ്റ്റ് ഡേ തന്നെ അടുത്ത ഇൻ്റർവ്യൂവിന് പങ്കെടുക്കാൻ പറഞ്ഞു. അതും അവിടെ തന്നെ ഒരു ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർവ്യൂ ആയിരുന്നു. ഞാനതിന് പങ്കെടുത്തു. അവിടെയും ഞാൻ ഈ കാശുരൂപം മുറുകെ കൈകളിൽ പിടിച്ചുകൊണ്ടാണ്, വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടാണ് ഞാനിത് ചെയ്തുകൊണ്ടിരുന്നത്. അതോടൊപ്പം തന്നെ ഒരു ചെറിയ പേപ്പറിൽ ഉപ്പ്, അവിടെ ഞാൻ ഇൻ്റർവ്യൂവിൽ ആരും ചവിട്ടാത്ത ഒരു സ്ഥലത്ത് ചെന്ന് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചിടും. അത് ഞാൻ അറ്റൻഡ് ചെയ്തു. അതിൻ്റെ എൻഡിൽ തന്നെ അവർ പറഞ്ഞു, ഇത് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു, ഉടനെ തന്നെ കോള് വരുമെന്ന്. ഞാൻ വീട്ടിൽ ചെന്ന് കുറച്ച് മണിക്കൂറുകൾക്കകം തന്നെ അവരെന്നെ വിളിച്ചു, ഡീറ്റെയിൽസ് പറഞ്ഞു. കോൺട്രാക്റ്റ് സൈൻ ചെയ്യുന്നതും എല്ലാം പെട്ടെന്ന് തന്നെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് വെരിഫിക്കേഷൻ എല്ലാം പെട്ടെന്ന് തന്നെ ചെയ്തു. അതിൻ്റെ ഇടയ്ക്ക് ഞാനപ്പോൾ ആഗ്രഹിച്ചിരുന്നു, മാർച്ച് ഫസ്റ്റ് വീക്കിനാണ് 50 നോയമ്പ് തുടങ്ങുന്നത്. കുറേ വർഷങ്ങളായിട്ട് ഞാൻ 50 നോയമ്പ് എടുക്കാറുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പം ഞങ്ങളൊരു റിലേറ്റീവിൻ്റെ വീട്ടിലാണുള്ളത്, പക്ഷേ മാർച്ച് ഫസ്റ്റ് വീക്കിൽ ഞങ്ങൾക്കൊരു വീട് ലഭിക്കണമേ, ഒരു റെൻറ്റിനൊരു വീട് ലഭിച്ച് അവിടെ വെച്ച് വേണം എനിക്ക് എൻ്റെ നോയമ്പ് തുടങ്ങാമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ഹസ്ബൻഡിനൊരു ജോലിയായിരുന്നു. അപ്പോഴത്തേക്കും ഞങ്ങളെ റിലേറ്റീവിൻ്റെ തന്നെ ഒരു ഫ്രണ്ട്സ് അവരുടെ പുതിയ ഭവനം ഒരാഴ്ചയായതേ ഉള്ളൂ ഗൃഹപ്രവേശനം നടത്തിയിട്ട് അവിടെ ഒരു ഗ്രാനി ഫ്ലാറ്റിൽ നിന്ന്
കൊടുക്കാനുണ്ട്, അത് നിങ്ങൾ വന്ന് കാണാൻ ഇങ്ങോട്ട് ഞങ്ങളെ വിളിച്ച് അവിടെ വന്ന് ഞങ്ങൾ ചെന്ന് നോക്കിയപ്പോൾ ഞങ്ങൾക്കത് ഓക്കെ ആയിരുന്നു. ഇന്ന് വരെയും ഞങ്ങൾ അവിടെ തന്നെയാണ് താമസിക്കുന്നതും. അങ്ങനെയും മാതാവ് അവിടെ ഒരു വലിയ അത്ഭുതം പ്രവർത്തിച്ചു. അത് ഫെബ്രുവരി 22 തന്നെ ഞങ്ങൾക്ക് അവിടെ കയറി താമസിക്കുവാനായിട്ട് സാധിച്ചു. പിന്നീട് ഞാൻ ഈ ഒരു ജോലി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ വീണ്ടും ഡേറ്റുകൾ എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ടേയിരുന്നു അവർ ജോയിൻ ചെയ്യേണ്ടത്. അതിനിടയ്ക്ക് തന്നെ ഞാൻ വേറെ അപ്ലൈ ചെയ്ത ഒരിടത്തു നിന്ന് എന്നെ വീണ്ടും വിളിച്ചു. അതും ഗവൺമെൻറ്റിൻ്റെ തന്നെയായിരുന്നു. അവർ എനിക്ക് ഇൻ്റർവ്യൂ വെച്ചു. ഞാൻ ജസ്റ്റ് അറ്റൻഡ് ചെയ്തു. എന്നാലും ഒരു ഓഫർ കയ്യിലുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ അറ്റൻഡ് ചെയ്ത് പിറ്റേത് തന്നെ അവർ വിളിച്ചു, നിങ്ങൾക്ക് ജോലി ആയിട്ടുണ്ട്, നിങ്ങൾ കോൺട്രാക്റ്റ് സൈൻ ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞു, എനിക്ക് ഓൾറെഡി ഒരു ജോലിയുടെ കോൺട്രാക്റ്റ് ഞാൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്, എനിക്കിതിന് ചെയ്യാൻ സാധിക്കുമോ എന്നറിയത്തില്ല, എങ്കിലും ഞാൻ അവരോടൊന്ന് ഡേറ്റ് കൺഫർമേഷൻ വാങ്ങിച്ച് കിട്ടുമെന്നുണ്ടെങ്കിൽ ഞാൻ വരുന്നില്ല, ബിക്കോസ് ഞാൻ ഓൾറെഡി ഒരു വാക്ക് കൊടുത്തു പോയതാണെന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ രണ്ടാമത് കിട്ടിയ ജോലി എന്ന് പറയുന്നത് സാലറിയിൽ വൈസ് ആയാലും എല്ലാ ബെനിഫിറ്റിലായാലും ഇതിന് എനിക്ക് ആദ്യം കിട്ടിയതിനേക്കാൾ നല്ലതായിരുന്നു. അവരും ആ കാര്യം തന്നെ എന്നോട് ചോദിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല, നമ്മൾ ഓൾറെഡി ഒരിടത്ത് പറഞ്ഞിട്ടുണ്ട്, അത് കിട്ടത്തില്ല എങ്കിൽ ഞാൻ ഇവിടെ ജോയിൻ ചെയ്യുന്നതായിരിക്കും എന്ന് പറഞ്ഞു. അന്ന് ഒറ്റ ദിവസമാണ് അവരെനിക്ക് സമയം തന്നത്. ആ കൺഫർമേഷൻ വാങ്ങിച്ചെങ്കിൽ നിങ്ങൾക്ക് ഈ ജോലി തരാം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് മറ്റൊരാളെ പരിഗണിക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. ഞാൻ പലതവണ കോൾ ചെയ്തു, പക്ഷേ ആദ്യത്തെ ഏജൻസി എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ അവരോട് പറഞ്ഞു, അവരെടുക്കുന്നില്ല, പക്ഷേ എന്നാൽ നിങ്ങൾക്ക് മറ്റാരെങ്കിലും വിളിക്കുക, എൻ്റെ ഇത് ക്യാൻസൽ ചെയ്തോളാൻ പറഞ്ഞു. ഉടനെ തന്നെ എന്നെ ഫസ്റ്റ് ഏജൻസി വിളിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ കുറേ മാസങ്ങളായിട്ടൊരു ജോലിക്ക് വേണ്ടി നോക്കുന്നു, ഇപ്പോൾ ദേ എനിക്കൊരു ഓഫർ കിട്ടി, ഇതിലും ബെറ്ററാണ്, പക്ഷേ എങ്കിലും നിങ്ങളൊരു ജോയിനിങ് ഡേറ്റ് തന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് കണ്ടിന്യൂ ചെയ്യാമായിരുന്നു. അവർ പറഞ്ഞു, ഇപ്പോൾ ഞങ്ങൾക്കൊരു ജോയിനിങ് ഡേറ്റ് പറയാൻ പറ്റില്ല, കുറേയധികം പ്രോസസ്സിങ്ങിൽ കിടക്കുന്നത് കാരണം നിങ്ങൾക്ക് മറ്റേതിൽ ആദ്യം രണ്ടാമത് കിട്ടിയ ഓഫറിൽ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാമെന്ന് അവരെന്നോട് പറഞ്ഞു. ഇനിയും എന്തെങ്കിലും ഒരു ജോലിക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്റ്റും ചെയ്യാമെന്ന് പറഞ്ഞ് വളരെ സന്തോഷപൂർവ്വം തന്നെ അവിടുന്ന് ഞാനത് ക്യാൻസൽ ചെയ്തു. എന്നിട്ട് ഞാൻ സെക്കൻഡ് എനിക്ക് കിട്ടിയ കമ്പനിയിൽ തന്നെ വിളിച്ചു പറഞ്ഞു. അവർ നിശ്ചിതമായൊരു ജോയിനിങ് ഡേറ്റ് തന്നു. അതിൽ ഞാൻ ജോയിൻ ചെയ്തു. 6 മാസത്തോളം അവിടുത്തെ കോൺട്രാക്റ്റ് വർക്ക് ചെയ്തു. അതിനുശേഷവും ഞാൻ മാതാവിനോട് ശക്തമായി പ്രാർത്ഥിച്ചു, എനിക്കത് എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടണമെന്ന്. അപ്പോഴും അവരെനിക്ക് 3 മാസം കൂടി എക്സ്റ്റെൻഡ് ചെയ്തു. ഡിസംബർ 16 വരെ എനിക്ക് അവർ എക്സ്റ്റെൻഡ് ചെയ്തു വന്നു. ഇതിനിടയ്ക്ക് എനിക്ക് വീണ്ടും പല കാര്യങ്ങൾ, പല കാലുവേദനകൾ, പല അസുഖങ്ങൾ വന്ന സമയത്ത് ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. അവിടുത്തെ ടെസ്റ്റുകൾ നടത്താൻ നേരത്ത് ശക്തമായി ഞങ്ങൾ ഈ തൈലവും ഉപ്പും ഉപയോഗിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് അത് ടെസ്റ്റ് നടത്തി കഴിയുമ്പോൾ ഒന്നും അധികം ടാബ്ലറ്റുകളോ ഒന്നും കഴിക്കേണ്ടതായ ഒരു അസുഖമോ ഒന്നും അല്ല. ചിലപ്പോൾ ഒരു കാലാവസ്ഥയുടെയോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം. അതെല്ലാം വളരെ അത്ഭുതപൂർവ്വം എൻ്റെ മാതാവും എൻ്റെ ഈശോയും അത് ഞങ്ങൾക്ക് മാറ്റിത്തന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ പറയുമായിരുന്നു, എനിക്കിവിടെ നന്ദി പറയാൻ അടുത്ത ജപമാല റാലിക്കും ഇവിടെ പങ്കെടുക്കണം എന്ന്. പക്ഷേ എനിക്ക് എൻ്റെ സാഹചര്യത്തിൽ എനിക്ക് ലീവില്ല. അങ്ങനെ ഞാൻ എങ്ങനെ വരുമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. എങ്കിലും ഞാൻ പറയും, എന്നെ മാതാവും ദൈവവും അനുവദിച്ചാൽ ഞാനിവിടെ വന്ന് ജപമാല റാലിയിൽ പങ്കെടുക്കുമെന്ന് ഞാൻ പറയുമായിരുന്നു. ഞാൻ 1 മാസം മുന്നേ തന്നെ മാനേജർക്ക് ലീവിന് റിക്വസ്റ്റ് കൊടുത്തു. അവരത് അപ്പോൾ തന്നെ സാങ്ഷൻ ചെയ്ത് തരികയും ചെയ്തു. അങ്ങനെ ഞാൻ വളരെ കുറച്ച് ദിവസങ്ങൾക്ക് വേണ്ടി ഈ ജപമാല റാലിയിലേക്ക് 23-ാം തീയതി ഇവിടെ വരികയും 24-ാം തീയതി വൈകിട്ട് കൃപാസനത്തിൽ എത്തിച്ചേരുകയും ചെയ്തു. വളരെ സന്തോഷത്തോടെ എനിക്ക് ഈ റാലിയിൽ പങ്കെടുക്കാനായിട്ടും സാധിച്ചു. അതിനുശേഷം ഈ ഒരു അതുപോലെ ഒരു കാര്യം കൂടെ ഞാൻ വിട്ടുപോയി. എനിക്ക് ഇവിടെ കിട്ടിയിരുന്ന ജോലി ഒരു സപ്പോർട്ട് ജോലിയായിരുന്നു. പക്ഷേ ഞാൻ പ്രാർത്ഥിച്ചിരുന്നു, മാതാവേ, എനിക്കൊരു ഡെവലപ്മെൻറ്റിൽ ഞാൻ ചെയ്തിരുന്ന സെക്ഷനിൽ തന്നെ എനിക്കൊരു ജോലി ലഭിക്കണമേ മാതാവേന്ന്. ഞാൻ അവിടെ ജോയിൻ ചെയ്തപ്പോൾ അവരെനിക്കൊരു നല്ലൊരു ടാസ്ക് തന്നെ എൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി തന്നെ തന്നു. അത് കൂടുതലായിട്ടും എനിക്ക് വിശ്വാസയോഗ്യമാകുന്ന ഒരു രീതിയിൽ അവിടുത്തെ എന്നെ ഇൻ്റർവ്യൂ ചെയ്ത വ്യക്തി എന്നോട് പറഞ്ഞു, നിങ്ങളെ ആദ്യം സെലക്ട് ചെയ്തിരുന്നത് ഞങ്ങൾ ഈ ഒരു സപ്പോർട്ടിങ്ങിന് വേണ്ടിയായിരുന്നു, പക്ഷേ നിങ്ങൾക്ക് എന്തോ ഒരു ലക്കുണ്ട്, നിങ്ങൾക്ക് കിട്ടിയത് നിങ്ങളുടെ പ്രൊഫഷന് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈലിന് മാച്ചായിട്ടുള്ള ഡെവലപ്മെൻറ്റ് ജോലി തന്നെയായിരുന്നു. അതും മാതാവ് ഒരു വലിയ അനുഗ്രഹമാണ് എനിക്കവിടെ തന്നത്. അതുപോലെ തന്നെ ഈ ഒരു ജോലിയിൽ ഇപ്പോൾ ഒരു എക്സ്റ്റൻഷൻ കിട്ടുകയാണെങ്കിൽ പോലും അത് 1 മന്തിന് മുമ്പേ മാത്രമേ അവർ നമ്മളോട് പറയത്തുള്ളൂ നിങ്ങൾക്ക് എക്സ്റ്റൻഷൻ ഉണ്ട് എന്ന്. പക്ഷേ ഇവിടെ ഞാൻ ജപമാല റാലി പങ്കെടുത്ത് ഒക്ടോബർ 28-ാം തീയതി അവർ എനിക്ക് മെയിൽ അയച്ചു, നിങ്ങൾക്ക് വീണ്ടും അടുത്ത എക്സ്റ്റൻഷൻ ഉണ്ട്, മാർച്ച് വരെ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. അതൊക്കെ ഇതിൻ്റെ ഒരു വലിയ എൻ്റെ മാതാവിൻ്റെയും എൻ്റെ ഈശോയും എനിക്ക് തന്ന ഒരു വലിയ അനുഗ്രഹമാണെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇതുപോലെ തന്നെ ഞാൻ MSc ഓൺലൈനായിട്ട് പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ സെക്കൻഡ് സെമസ്റ്ററിൻ്റെ എക്സാമിൽ എനിക്ക് 1-2 വിഷയങ്ങൾക്ക് നല്ല ടഫായിട്ട് തോന്നി. എങ്കിലും മാതാവിനോട് ഞാൻ പറഞ്ഞു, അമ്മേ, എനിക്ക് സാഹചര്യം ഒരുക്കി തന്ന് ഇവിടെ സാക്ഷ്യം പറയാൻ പറ്റുവാണെങ്കിൽ ഞാനിവിടെ ഒന്ന് പറഞ്ഞോളാം, അമ്മേ, എനിക്ക് നല്ല ഒരു റിസൾട്ട് എനിക്ക് നൽകണമേ എന്ന്. അതിനും എനിക്ക് നല്ല രീതിയിൽ മാർക്ക് നൽകി പാസ്സാകുവാനായിട്ട് സാധിച്ചു.
പിന്നീട് ഞാൻ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തികൾ, അനാഥാലയങ്ങളിൽ ഒരു അനാഥാലയത്തിൽ ഒരു നിശ്ചിത എമൗണ്ട് മന്ത്ലി കൊടുക്കാൻ വേണ്ടി ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ സഹായം അഭ്യർത്ഥിച്ച് നമ്മളെടുത്ത് ചോദിക്കുന്ന ആർക്കും ഇല്ല എന്ന് പറയാനോ അവർക്ക് ആവശ്യമായ സാഹചര്യം കണ്ട് പെരുമാറുവാനോ ശ്രമിക്കാറുണ്ട്. പിന്നീട് ആത്മീയ ജീവിതത്തിൽ വന്ന മാറ്റം, കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ഞാൻ ഞായറാഴ്ചകളിൽ ഇടയ്ക്ക് അല്ലെങ്കിൽ മുടങ്ങാറുണ്ട് പള്ളിയിൽ പോകുവാൻ. പക്ഷേ ഇന്ന് ഉടമ്പടിയിലായിരിക്കുന്ന ഞാൻ എപ്പോഴും എവിടെയെങ്കിലും ഒരു ദിവ്യബലി പങ്കെടുക്കുവാനായിട്ട് സാധിക്കുമെങ്കിൽ ഞാൻ അറ്റൻഡ് ചെയ്യാറുണ്ട്. ഇപ്പോഴും ഞാൻ ജോലിയിൽ പോകുന്ന ദിവസങ്ങളിൽ അവിടെയുള്ള ഇംഗ്ലീഷ് മാസുകൾ രാവിലെ പോയി കൂടിയിട്ട് പറ്റുന്നിടത്തോളം ഞാൻ കൂടാൻ ശ്രമിക്കും. അതിനുശേഷമാണ് ജോലിയിൽ പോകുന്നത്. അതൊക്കെ എൻ്റെ ജീവിതത്തിൽ വന്ന വലിയ മാറ്റമാണ്. അതുപോലെ തന്നെ 30 മിനിറ്റ് ബൈബിൾ വായന ചെയ്യുകയും അത് 2 തവണ സമ്പൂർണ്ണ ബൈബിൾ വായിക്കുകയും 3-ാമത്തെ തവണ പകുതിയോളം ഇപ്പോൾ വായിച്ച് കഴിയുകയും ചെയ്തു. പിന്നീട് പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ഞാൻ ഇവിടെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് ഡെയിലി സ്റ്റാറ്റസ് ആയിട്ടിടുകയും അതുപോലെ തന്നെ ചൊവ്വാഴ്ച ഉടമ്പടി ധ്യാനം സ്റ്റാറ്റസ് ആയിട്ടിടുകയും ചെയ്യും. അതിനോടൊപ്പം തന്നെ ഇവിടുത്തെ മാതാവിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും സായാഹ്ന പ്രാർത്ഥനയും ഇവിടുത്തെ മാതാവിൻ്റെ പിക്ചറും ഒരു PDF ഉണ്ടാക്കി അത് പ്രിൻ്റ് ചെയ്ത് അവിടുത്തെ തന്നെ ക്യാപിറ്റൽ സിറ്റിയിലുള്ള ഒരു വലിയ സെൻറ്റ് മേരീസ് കത്തീഡ്രലിൽ പ്രാർത്ഥനയുടെ പേപ്പറുകൾ വെച്ചിരിക്കും. അവിടെ ആളുകൾക്ക് വന്നെടുക്കാം. അതേ സ്ഥലത്ത് നമ്മുടെ കൃപാസന മാതാവിൻ്റെ പേപ്പറുകൾ ഞാൻ കോപ്പി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത്രത്തോളം അനുഗ്രഹം എൻ്റെ കുടുംബത്തിന് നൽകിയ എൻ്റെ ഈശോയ്ക്കും അമ്മ മാതാവ്. നാട്ടിൽ നിന്ന് വരുന്നു. എൻ്റെ പേര് പ്രസന്ന ജോസ്, എൻ്റെ ഭർത്താവിൻ്റെ പേര് ജോസ്, എൻ്റെ മകളുടെ പേര് അന്നമേരി. അപ്പോൾ എൻ്റെ ഭർത്താവിന് എന്താ പറയുക, ഞാൻ ഈശോയ്ക്ക് നന്ദി പറയാനാണ്. എൻ്റെ അമ്മ ഇത്രയും എനിക്ക് നന്ദി തന്ന് പറഞ്ഞതിന് എത്ര കോടി നന്ദി പറഞ്ഞാലും അറിയില്ല. എൻ്റെ ഈശോയ്ക്കും എൻ്റെ അമ്മയ്ക്കും ഞാൻ നന്ദി പറയുന്നു. എനിക്ക് ഇത്ര വലിയ അനുഗ്രഹമാണ് എനിക്ക് തന്നിരിക്കുന്നത്. എനിക്ക് എത്ര ഉയരിൽ എൻ്റെ അമ്മ എന്നെ കൊണ്ടുപോയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അത്ര മുകളിലാണ് എൻ്റെ അമ്മ എന്നെ വെച്ചിരിക്കണേ. അപ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ കാലിൽ ഒരു 3 കൊല്ലമായിട്ട് മുറിവുണ്ടായിരുന്നു. ആ മുറിവ് ഉണങ്ങാറേ ഇല്ല. പല ഡോക്ടർമാരെ കാണിച്ചു. ഞങ്ങളുടെ ബന്ധത്തിലൊരാൾ ഇങ്ങനെ വീഡിയോ ജോസഫ് അച്ഛൻ്റെ വീഡിയോ ഇട്ട് തരാറുണ്ട്. ഞാൻ അതെല്ലാം കേട്ടിട്ട് പറയും, എൻ്റെ അമ്മേ ഈ മുറിവ് ഒന്ന് ഉണക്കി തരണേന്ന്. പക്ഷേ അമ്മ ആ മുറിവ് ഞാൻ ഇവിടെ കൊണ്ടുവന്നേക്കാന്ന് പറഞ്ഞ ആളിനെ. പക്ഷെ അമ്മ അന്ന് മുതൽ ആ മുറിവ് ഉണക്കി, എന്താ പറയുക, കാലിലെ തുടയിലെ മാംസമൊക്കെ വെക്കണമെന്നും അത്ര വലിയ മുറിവായിരുന്നു. പക്ഷെ അതൊന്നും ആക്കിയില്ല. അമ്മ മുറിവ് ഉണക്കി. ആ ഉണങ്ങിയ ശേഷം ഞാനിവിടെ ഒരു 0 ബാലൻസിൽ ഭയങ്കര ദുഃഖത്തിലും സങ്കടത്തോടാണ് ഞാൻ ഇവിടെ വന്നപ്പോൾ ഉടമ്പടി എടുക്കാൻ തോന്നി. അങ്ങനെ ഉടമ്പടി എടുത്തു, നിയോഗങ്ങളും വെച്ചു. എൻ്റെ മകൾക്ക് ഈ താടിയുടെ ഇവിടെ എല്ലുണ്ടായിരുന്നില്ല, തലയുടെ വലിയ സർജറി ഉണ്ടായിരുന്നു. മോള് ജനിച്ചപ്പോൾ കൈവിരലുകളെല്ലാം കൂട്ടിച്ചേർന്നിട്ടും തലയുടെ വലിയ എല്ല് വളർന്നിട്ടുമായിരുന്നു. കാലിൻ്റെ വിരലും കൈയുടെ വിരലും ഒക്കെ അങ്ങനെ ആയിരുന്നു. മുഖം വേറെ വ്യത്യാസമില്ലായിരുന്നു. പക്ഷേ ഞാനിവിടെ വന്നിട്ട് ഉടമ്പടിയിൽ ഞാൻ സർജറിക്കുള്ള ഡേറ്റൊക്കെ എടുത്തിട്ടാണ് വന്നിരിക്കുന്നത്. അങ്ങനെ ഉടമ്പടി എടുത്ത് ഞാൻ ഇവിടുന്ന് പോയി, നിയോഗം വെച്ച് വീണ്ടും പോയി തിരിച്ച് ഞാൻ ഇവിടെ അച്ഛനൊന്ന് കാണണമെന്ന് അങ്ങനെ തോന്നി മനസ്സിൽ. നീ പോ, എൻ്റെ അമ്മ പറയണ പോലെ എനിക്ക് തോന്നി, നീ അങ്ങോട്ട് പോ. അങ്ങനെ ഇവിടെ വന്ന് ഞാൻ ജോസഫ് അച്ഛനെ കാണാനുള്ള ടോക്കൺ എനിക്ക് കിട്ടി. അച്ഛനെ കണ്ടു, മോളെ ആശീർവാദം വെച്ചു, കുഴപ്പമില്ല, നീ സുഖപ്പെടും, പൊയ്ക്കോ എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ തിരിച്ച് സർജറിക്കായിട്ട് അവിടെ പോയപ്പോൾ പറഞ്ഞു, എനിക്ക് ഒന്നുകൂടെ സ്കാനിങ് ചെയ്യണം. ഇനി എന്തിനാ എല്ലാം ചെയ്തില്ലേ, നമ്മൾ അഡ്മിറ്റ് ആയിക്കോ, നമുക്ക് പിന്നെ നോക്കാം. ഇല്ല, എനിക്ക് സ്കാനിങ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടുന്ന് ഉടമ്പടി എടുത്ത ലോക്കറ്റ് എൻ്റെ കയ്യിലുണ്ട്. ഇവൾ സ്കാനിങ്ങിനൊന്നും എന്ന് വെച്ചാൽ കുട്ടി നിൽക്കാറില്ല. മരുന്ന് കൊടുക്കുമ്പോൾ ഛർദ്ദിക്കും, മയക്കിയിട്ടാണ് ഇത് ചെയ്യണേ. കുട്ടി അങ്ങനെ ഛർദ്ദിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഉറങ്ങുകയില്ല. സ്കാനിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അന്നത്തെ ഒരു ദിവസം ഭയങ്കര കഷ്ടപ്പാടാണ്. ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, ഒന്നുമില്ല. കുട്ടിക്ക് സ്കാനിങ് ചെയ്താലല്ലേ എന്തെങ്കിലും അറിയാൻ പറ്റുമെന്ന്. പക്ഷെ ആ സമയത്ത് ഉടമ്പടി എടുത്ത് പോയ ലോക്കറ്റ് ഞാൻ ഈ കുട്ടിയുടെ സോക്സിൻ്റെ ഉള്ളിൽ വെച്ചു. സ്കാനിങ് സമയത്ത് മരുന്നും കൊടുത്തു. പക്ഷെ അതിൻ്റെ ഉള്ളിൽ സ്കാനിങ് സമയത്ത് എന്നോട് പറഞ്ഞു സോക്സ് പാടില്ല എന്ന്. ഇല്ല, എൻ്റെ മോൾക്ക് തണുപ്പടിക്കുമെന്ന്. പക്ഷെ അവരൊന്നും മിണ്ടിയില്ല. ഞാൻ ആളാണ് കയറുക സ്കാനിങ്ങിന്. എനിക്ക് എൻ്റെ ഉള്ളിൽ കയറുമ്പോൾ പേടിയാണ്. പക്ഷേ അന്ന് പറഞ്ഞു ആൾ കയറണ്ട, നീ കയറണമെന്ന്. പക്ഷെ ഞാനവിടെ കൈ കൂപ്പി എൻ്റെ അമ്മേനെ എന്തോരം വിളിക്കണോ അത്രേ ഇതിൽ ഞാൻ വിളിച്ചു, കരഞ്ഞു. കൈ ഇങ്ങനെ തന്നെ ഇരിക്കുകയായിരുന്നു. പക്ഷേ 20 മിനിറ്റിനുള്ള ഒരു സ്കാനിങ് ഒരു 5 മിനിറ്റിൻ്റെ ഉള്ളിൽ ഇങ്ങ് കഴിഞ്ഞു. അപ്പോൾ അവർ ചോദിച്ചു, എന്താ ചേച്ചി ഇങ്ങനെ കരയണേ, പേടിച്ചിട്ടാ? ഇല്ല, ഞാൻ പ്രാർത്ഥിച്ചിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ പുറത്ത് വന്നപ്പോൾ പറഞ്ഞു, ഇന്നും ആൾ ചോദിച്ചു സ്കാനിങ് കഴിഞ്ഞില്ലേ?
കഴിഞ്ഞു. അപ്പോൾ അത്ഭുതം നടന്നല്ലോ എന്നാൾ പറഞ്ഞു. ഇതെന്താ പെട്ടെന്ന് കഴിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അമ്മ അവിടെ അത്ര ഒരിക്കൽ എൻ്റെ അമ്മ ഉടമ്പടിയിൽ ഞാൻ എടുത്ത ഉടമ്പടിയിൽ നിന്നപ്പോൾ എൻ്റെ അമ്മ വന്ന് എൻ്റെ കുട്ടികളുടെ മേത്ത് തൊടാനും എൻ്റെ അമ്മ ഞാൻ അതുപോലെ തന്നെ ഡോക്ടറെ അടുത്ത് പോയപ്പോൾ അതിൻ്റെ റിപ്പോർട്ട് കിട്ടിയിട്ടില്ലല്ലോ. ആൾ പറഞ്ഞു 38 നമുക്ക് ടോക്കൺ കിട്ടിയേ. പക്ഷേ ഞങ്ങൾക്ക് എന്താ പറയുക, അവിടെ അത്ഭുതം തോന്നി. 8ാമത്തെ ഡോക്ടർ നമ്മളെ പുറത്തേക്ക് വന്ന് വിളിക്കണു, വായോന്ന്. ഡോക്ടർ ഡോക്ടർ എഴുന്നേറ്റ് നിർത്തും, നിങ്ങളുടെ മകൾക്കേ ഇപ്പോൾ സർജറി വേണ്ട, നിങ്ങൾ തിരിച്ചു പോയിക്കോണം. അതെന്താ ഡോക്ടറെ, എന്താ കാരണം എന്ന് ചോദിച്ചു. നിങ്ങളുടെ മകൾക്ക് ഇവിടെ എല്ലുണ്ടായിരുന്നില്ല, ഇത് നോക്ക്, കമ്പ്യൂട്ടറിൽ കാണിച്ചു തന്നു, എല്ല് കണ്ടോ, ഇവിടെ കുഞ്ഞതായിട്ട് വളരുന്ന കണ്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ തന്നെ അതിശയായി, എന്താ ഇത്? ഞാൻ പ്രാർത്ഥിച്ചു, ദൈവം കേട്ടു എന്ന് പറഞ്ഞു. അപ്പം തന്നെ ആ റിപ്പോർട്ടൊക്കെ ഞങ്ങൾ മേടിച്ചു. അത് എന്താ പറയുക, CD ഒന്നും വാങ്ങിയില്ല. നമുക്ക് പറഞ്ഞു നമുക്ക് കൃപാസനത്തിലേക്ക് പോവാം. ഇതേ മാസത്തിലാണ് കേട്ടോ, ജപമാല റാലിയൊക്കെ പറഞ്ഞൊരു ഇതിൽ. അപ്പോൾ ആ പോകുന്നതിൻ്റെ ഒരാഴ്ചയ്ക്ക് മുന്നെയാണ്. അപ്പം ഞാൻ ഇവിടെ വന്നു, അതേ അമൃത ഹോസ്പിറ്റലിൽ നിന്ന് ഇവിടേക്ക് വന്നു. ഇവിടെ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു, നന്ദി പറഞ്ഞിട്ട് ഞാനിവിടെ എൻ്റെ കയ്യിൽ കാശെന്ന് അറിയാമല്ലോ, ഇത്രയൊക്കെ സർജറി വരുമ്പോൾ നമുക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. ഞാൻ 2000 രൂപ കൊടുത്തിട്ട് പറഞ്ഞു, ഇത് ഇന്ന കാര്യത്തിനാണ്, ജപമാല റാലി പോണ്ടല്ലോ, അതിന് എൻ്റെ വകയായിട്ട് ഇത്രയേ ഉള്ളൂ, ഇതവിടെ സമർപ്പിച്ചോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ദശംശമായിട്ട് കൊടുത്തിട്ട് തിരിച്ചു പോയി. ഒരു കുറേ നാളത്തേക്ക് പല മോൾക്ക് മാറ്റങ്ങൾ വന്നു, മുഖമാറ്റങ്ങൾ വന്നു. സർജറിയോടെ അവൾക്ക് ഇവിടെ ശ്വാസം കിട്ടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെയൊക്കെ പല കഫക്കെട്ടും പനി പല ഞങ്ങളുടെ വീട്ടിൽ കുടുംബ പ്രാർത്ഥന ഉണ്ടായിരുന്നില്ല. ആൾ വന്ന് കുടുംബ പ്രാർത്ഥനയിൽ ഇരിക്കാൻ, പിറ്റേ ദിവസം മുതൽ ഇരിക്കാൻ തുടങ്ങി. കുടുംബ പ്രാർത്ഥന ആയി, കുടുംബത്തിൽ ഇച്ചിരി സമാധാനമായി. ഭയങ്കര ഡ്രിങ്ക്സ് അടിയായിരുന്നു. എന്നുവെച്ചാൽ ഒരാളൊരു 10-15 വയസ്സായപ്പോൾ തുടങ്ങിയതാ. എന്നുവെച്ചാൽ അത്രയ്ക്ക് എൻ്റെ മോൾക്കും ഇഷ്ടമില്ല, എനിക്കും ഇഷ്ടമില്ല. വീട്ടിൽ ഇതേ പറഞ്ഞ് കുടുംബപരക്ക പറ്റില്ല. രാവിലെ വണ്ടി കാറും എടുത്തിട്ട് പോകും, ഈ കുടിച്ചിട്ട് ചിലപ്പോൾ 2 പേരായിരിക്കും കൊണ്ടുവിടുക. ഞാൻ അമ്മയോട് ഇതിവിടെ വന്ന് നിയോഗം വെച്ചു, എൻ്റെ അമ്മേ ഇതൊന്ന് മാറ്റിത്തരണം. മുട്ടുകുത്തിയിട്ട് വിളിച്ചിട്ട് ഇവിടെ വന്നിട്ടാ കരയുക. പക്ഷേ എൻ്റെ അമ്മ അതും കേട്ടു, ആ വലിയ മദ്യപാനവും മാറ്റി തന്നു. ഇത്രയൊക്കെ നന്ദി. എൻ്റെ അമ്മ ഇത്ര വലിയ ഉയരത്തിലാണ് ഇട്ടിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. എല്ലാത്തിനും എൻ്റെ അമ്മ കൂടെ ഉണ്ടായിരുന്നു. എന്നെ ടോട്ടലായിട്ട് എൻ്റെ ശരീരം, എൻ്റെ ഡ്രസ്സ്, എൻ്റെ മാറ്റങ്ങൾ, മുഖത്തെ പൊട്ട്, ഇതൊക്കെ അമ്മ കളഞ്ഞു. എനിക്കിനി പൊട്ട് വേണ്ട, പൊട്ട് കളഞ്ഞു. എൻ്റെ ടോട്ടൽ നമ്മുടെ വീടേ മാറ്റി ചേഞ്ചാക്കി. ആൾ മാറി, വീട്ടിൽ മാറി, കുടുംബത്തിന് സമാധാനമായി. ഞാൻ എന്താ പറയുക, നമ്മൾ ഉള്ള സാമ്പത്തിക നല്ലൊരു ഉയർന്ന സാമ്പത്തികം 13 ഏക്കർ സ്ഥലമുള്ള ഫാമിലിയിലെ ആളാണ്. പക്ഷെ സ്ഥലം വിൽക്കാൻ പറ്റില്ല, നമ്മുടെ വീട്ടിൽ ആരും സഹായിക്കാനില്ല. സാമ്പത്തികം ഇല്ലാതെ വന്നപ്പോൾ ഞങ്ങൾ ആരെ ചേർത്ത് പിടിക്കാൻ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. ബന്ധുക്കളില്ല, ആരുമില്ല. നമ്മളെല്ലാം പുറത്ത്, ആരും നമുക്കില്ല. ഏതൊരു ഇതിൽ പോയാൽ നമുക്കൊരു വിലയില്ല. പക്ഷേ ഇപ്പോൾ എൻ്റെ അമ്മ വന്ന് എത്രയോ മുകളിലാണ് എന്നെ നിർത്തിയിരിക്കണതെന്ന് എനിക്കറിയില്ല. ഒരു കൂട്ടായ്മയിൽ പോയാലോ, ഏത് ഇതിൽ പോയാലോ, എവിടെ വന്നാലോ ടോട്ടൽ ഞങ്ങൾ വീട്ടിൽ ചേഞ്ച്. അതാ പറഞ്ഞ, നമ്മൾ നിലവിളിച്ച് ദൈവത്തെ വിളിച്ചാൽ ദൈവം നമുക്ക് അത് തരും എന്നുള്ളത് നല്ല വിശ്വാസമുണ്ട്. നമ്മൾ അത്ര കരഞ്ഞിട്ട് നമ്മുടെ ദൈവത്തിനെ മുട്ടുകുത്തി, നിങ്ങളെല്ലാവരും പല നിങ്ങൾ വിഷമങ്ങളും കൊണ്ട് ഇവിടെ വന്നിരിക്കുക. പക്ഷെ നമ്മുടെ അമ്മയ്ക്ക് അത് സാധിക്കാത്തതൊന്നുമില്ല. നമ്മുടെ അമ്മ അത് സാധിക്കുന്നു. ഞാൻ ജീവനുള്ള ഈശോനാണ് കാണുന്നത്. ഞാൻ അമ്മേനെ, അതുപോലെ തന്നെ എൻ്റെ പരിശുദ്ധാത്മാനെ. ഞാൻ ഈ നിൽക്കുമ്പോഴും എൻ്റെ മുന്നിൽ അമ്മയുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്. ഞാനല്ല ഇത് സംസാരിക്കണത്. എന്താ പറയുക, എൻ്റെ കുർബാനയ്ക്ക് പോയി ഞാൻ മുട്ടുകുത്തുമ്പോഴും എന്നെ താഴെ വരെ മുട്ടുകുത്തിക്കും, കുമ്പിടിക്കും. ഞാൻ ജീവനുള്ള ഈശോനാണ് കാണുന്നത്. എൻ്റെ മകളിനെ കാണുമ്പോൾ ഈ സിൽവർ അമ്മയാണ്. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഫ്രണ്ടിൽ ഇവൾ കളിച്ചിട്ടൊക്കെ ഇരിക്കും. അമ്മ അവളുടെ അത്രേ രൂപത്തിൽ തിളങ്ങും. അപ്പോൾ ഞാനിതെന്താ കാണുന്നതെന്ന് അന്തിച്ചു പോയി. പക്ഷേ ഞാൻ ജപമാലയൊക്കെ ഭയങ്കര സ്പീഡിൽ ചെല്ലുമ്പോൾ അമ്മ വന്നിട്ട് പറയൂ, നന്മ നിറഞ്ഞ മറിയമേ ചെല്ലാൻ. അപ്പോൾ ടോട്ടൽ ഞാൻ 3 രഹസ്യമാകുമ്പോൾ ടോട്ടൽ ഞാൻ മാറും. ആൾക്ക് കുറേ സമയം എടുക്കും. അപ്പോൾ ആൾക്ക് ദേഷ്യം വരുന്നുണ്ടായിരിക്കുക. പല സമയത്ത് ചോദിക്കും, നിർത്ത് മതി എന്ന് പറയാറുണ്ട്. പക്ഷെ അവിടെ ഈശോ സംസാരിക്കും, അമ്മ സംസാരിക്കും. മുട്ടോടി ഫുൾ ടൈമോ ഞാൻ എന്താ പറയുക, സിനിമ പാട്ടൊക്കെ കണ്ടുകൊണ്ടിരുന്ന ആൾ ഫുൾ ടൈം എൻ്റെ വീട്ടിൽ ആൾ ചോദിക്കൂ, ഇതെന്താ പള്ളിയാക്കി മാറ്റിയോ എന്ന് ചോദിക്കുന്ന ആളായിരുന്നു. പക്ഷെ പ്രാർത്ഥനയിൽ വന്നപ്പോൾ
പല രീതിയിൽ ഞാൻ വീട്ടിലിത് ജപമാലയൊക്കെ ചെല്ലുമ്പോൾ ആൾ ചോദിക്കൂ ഇതെന്താ പ്രാർത്ഥന പള്ളിയാന്ന് ചോദിക്കും. ആ ആൾ ടോട്ടലായിട്ട് എല്ലാ ധ്യാനം കേന്ദ്രത്തിലും നമുക്ക് ഇന്നടുത്ത് പോകാമെന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ആൾ വരും. കാരണപ്രവൃത്തി ഞാൻ അതുപോലെ തന്നെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല, കുട്ടിയുടെ ഇത്രയൊക്കെ ഉണ്ട്. പക്ഷേ എന്നെ കൊണ്ട് പറ്റുന്ന സഹായം കൊണ്ടും 2000, 3000, 4000 ധ്യാനകേന്ദ്രത്തിലായാലും 10,000 ആയാലും ഞാൻ കൊടുക്കേണ്ട എടുത്ത് ഉയരങ്ങളായിട്ട് കൊടുത്തുകൊണ്ട് ഇപ്പോൾ ഇരിക്കുന്നുണ്ട്. എനിക്ക് 10 പൈസ ഇപ്പോൾ ഒരു 50,000 വന്നാൽ അതിൽ 10 കാരുണ്യ പ്രവർത്തിക്കുക. പിന്നെ അതുപോലെ എൻ്റെ അമ്മായിയമ്മ വയ്യാതെ കിടക്കുന്നുണ്ട്. അപ്പം നമുക്ക് സാമ്പത്തികമായി വരുന്നപ്പോൾ എന്നെ ആരും നോക്കാനോ അമ്മേനെ നോക്കാനോ ആരും എൻ്റെ ഭർത്താവിനെ എന്നെ അടുപ്പിക്കില്ല. പക്ഷേ ഞാൻ പറഞ്ഞു എനിക്കൊരു ദിവസം അമ്മേനെ നോക്കണമല്ലോ എന്ന്. പക്ഷേ എനിക്ക് ഒരമ്മേനെ കുളിപ്പിക്കാൻ വേറെ ഈശോ ആക്കി തന്നു. അപ്പോൾ എൻ്റെ ഈശോ എവിടെ എന്നെ ഇരുത്തിയിരിക്കണേ? അപ്പോൾ എല്ലാവർക്കും ഇത് സാധിക്കും. പ്രേക്ഷിക പ്രവർത്തനം ഞാൻ പത്രം കൊണ്ടുപോയിട്ട് എനിക്ക് കുട്ടിയാണ് ദൂരേക്കും കൊണ്ടുപറ്റാൻ, ഭർത്താവ് വണ്ടി ഓടാനൊക്കെ പോകുമ്പോൾ കൊടുക്കും. പക്ഷെ അവരൊക്കെ ചോദിക്കും അയ്യോ ജോസ് ഇന്ന് ഈ മാസത്തെ പേപ്പർ കൊണ്ടുവന്നില്ലല്ലോ എന്ന്. ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് അത്രേ ഇത് കൊടുക്കുന്നവർ എന്നെ പോലെ വേദനിക്കുന്ന കുറേ പേരുണ്ടാവും, അവർക്കൊക്കെ സുഖമാവണമെന്ന് അങ്ങനെ പറഞ്ഞിട്ടാണ് ഞാനത് കൊടുക്കുക. പക്ഷേ എനിക്ക് പറ്റുന്ന പേപ്പറുകൾ കൊടുക്കുമ്പോൾ എനിക്ക് ശക്തിയാണ് കിട്ടുക, എനിക്ക് അനുഗ്രഹമാണ് കിട്ടുക. പക്ഷേ എനിക്ക് ദൂരെ ഒന്നും പോകില്ല. എന്നാലും പേരമംഗലം വണ്ടി സ്കൂട്ടി ഓടിച്ചിട്ട് പോകും. സ്കൂട്ടിയിൽ പൊക്കോണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു വണ്ടി വന്നിട്ട് ഒരു പ്രാവശ്യം ഭയങ്കര ഒരു ചെറിയ ഇടുക്ക് വഴിയായിരുന്നു, എൻ്റെ വണ്ടി മറിഞ്ഞ് പോകേണ്ട ഇതിൽ എന്നെ വന്നിട്ട് ഈശോ പിടിക്കുകയാണ്. കയ്യിൽ ആ ചൂടുണ്ട്, വണ്ടി നേരെയാക്കി. എനിക്ക് ഒരു അപകടമോ ഒന്നും വരില്ല. ഞാൻ വീട്ടിൽ നിന്ന് ഒരു വിശ്വാസം പ്രമാണം സ്വർഗ്ഗസ്നാഥ ചെല്ലിപ്പോയാൽ ഈശോ എൻ്റെ മുന്നിൽ വണ്ടിയുടെ മുന്നിൽ പോണത് കാണാം, അമ്മ എന്നെ പോണത് കാണാം. ഈശോയ്ക്കും മാതാവിനും ഞാൻ നന്ദി പറയുന്നു. ഇത്രയ്ക്ക് അനുഗ്രഹം തന്നതിനും ഇവിടെ വന്ന് അച്ഛൻ്റെ മുന്നിൽ നിൽക്കാൻ പറ്റിയതിനും ഞാൻ നന്ദി പറയണു. ജോസപ്പച്ചനും നന്ദി പറയണേ. ജോസപ്പച്ചനാണ് എൻ്റെ മോളുടെ തലയിൽ കൈവച്ചത്. അന്നു മുതൽ അച്ഛൻ ടോട്ടൽ ഞാൻ 2-3 പ്രാവശ്യം അച്ഛനെ ഇവിടെ വന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. അന്ന് മുതൽ അച്ഛൻ കൈവച്ചപ്പോൾ എൻ്റെ മോളുടെ ടോട്ടലായിട്ട് മാറി. ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാ വിഷമങ്ങളും മാറി. എൻ്റെ ഈശോയ്ക്കും അമ്മയ്ക്കും ഞാൻ നന്ദി പറയുന്നു. എൻ്റെ പേര് ജോസ്. ഞാൻ തൃശ്ശൂർ പോർനാട്ടുകര ഇടവിൽ നിന്ന് വരുന്നു. ഞാൻ നല്ലമാതിരി കുടിക്കുന്ന ആളായിരുന്നു, മദ്യപാനം ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ മാറി. ഇപ്പോൾ കുടുംബപ്രാർത്ഥന ഉണ്ടായിരുന്നില്ല, പള്ളിയിൽ പോക്കുണ്ടായിരുന്നില്ല, കുംസാരുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷം പള്ളിയിൽ പോയി തുടങ്ങി, കുടുംബപ്രാർത്ഥനയായി, കുംസാരിക്കാറുണ്ട്. ഇപ്പോൾ എല്ലാ മാസം കുംസാരിക്കുന്നുണ്ട്. പിന്നെ ഇവിടുന്ന് പേപ്പർ കൊണ്ടുപോയി കൊടുക്കാറുണ്ട്. പേപ്പർ ഞാൻ കൊണ്ടു ചെല്ലുമ്പോൾ ഒരു മാസത്തിൽ ഇപ്പോൾ 2 ദിവസം വൈകി പറയും ജോസ് വന്നില്ലല്ലോ, ജോസിനെ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞ് അവർ പേപ്പർ കാത്തിരിക്കാറുണ്ട്. അങ്ങനെ ഞാൻ പേപ്പർ കൊടുക്കണ പ്രേക്ഷത ചെയ്യാറുണ്ട്. പിന്നെ കാരുണ്യവേല വെച്ചിട്ടുണ്ടെങ്കിൽ കാരുണ്യപ്രവർത്തനം എൻ്റെ കയ്യിലുള്ള പൈസ, എൻ്റെ കയ്യിൽ അധികം പൈസ ഇല്ല, ഉള്ള പൈസ ഞാൻ എന്തെങ്കിലും ആവശ്യക്കാർക്ക് കൊടുത്ത് സഹായിക്കാറുണ്ട്. വേറെ ഇതൊന്നുമില്ല. ഈശോയ്ക്കും മാതാവിനും നന്ദി പറയുന്നു. ജമിശയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആവേ മരിയ. എൻ്റെ പേര് ടാനിയ. ഞാൻ വയനാട്ടിൽ നിന്നാണ് വരുന്നത്. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ വലിയ സാക്ഷിയാക്കി ഉയർത്തിയതിനെ ഓർത്ത് പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറയുന്നു. ഞാൻ 2022 ഡിസംബർ മാസത്തിലാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. അന്ന് ഞാൻ നേഴ്സിംഗ് വിദ്യാർത്ഥിയായിരുന്നു. നേഴ്സിംഗ് പഠനം നന്നായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യമായിട്ട് ഇവിടെ ഉടമ്പടി എടുക്കാൻ വേണ്ടി വന്നത്. അതിനുശേഷം നേഴ്സിംഗ് പഠിച്ചു കഴിയുകയും പുറത്ത് ജോലി ചെയ്യണമെന്നായിരുന്നു ഭയങ്കരമായിട്ടുള്ള ആഗ്രഹം. അതിൻ്റെ ഫലമായി OETക്ക് അഡ്മിഷൻ എടുത്തു. OETക്ക് അഡ്മിഷൻ എടുത്ത് പഠിക്കാൻ തുടങ്ങിയപ്പോൾ ലിസണിങ്ങും റീഡിങ്ങും എനിക്ക് വളരെ ബുദ്ധിമുട്ടായി തോന്നി. എത്ര പഠിച്ചിട്ടും എനിക്ക് വേണ്ട സ്കോർ ലഭിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി പ്രാർത്ഥിച്ചു, പരീക്ഷ എഴുതി. പരീക്ഷ എനിക്ക് വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു. അന്ന് വൈകുന്നേരം ഞാൻ എൻ്റെ കൂട്ടുകാരിയുടെ വീട്ടിൽ എറണാകുളത്ത് സ്റ്റേ ചെയ്യുന്ന സമയത്ത് എൻ്റെ കൂട്ടുകാരെല്ലാവരും അതിൻ്റെ ഓരോ ആൻസറിനെ പറ്റി ഡിസ്കസ് ചെയ്യുമ്പോൾ എനിക്ക് വളരെയധികം സ്ട്രെസ്സായിരുന്നു. കാരണം ഞാൻ ഒന്നും എഴുതിയിട്ടില്ല, എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ വിചാരിച്ച പോലെ തന്നെ റിസൾട്ട് വരികയും എനിക്ക് ലിസണിങ് കിട്ടിയില്ല, ഞാൻ തോറ്റുപോയി. അത് വളരെയധികം സങ്കടം ആയി. ഇനിയിപ്പോൾ എന്ത് ചെയ്യും അറിയത്തില്ലായിരുന്നു. ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. ജോലി ചെയ്യണോ, ഇനി ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യണോ എന്ന് അറിയത്തില്ല. പക്ഷേ ഒന്നും കൂടെ OET പഠിക്കാൻ വളരെയധികം പേടിയായിരുന്നു. അങ്ങനെ വീണ്ടും ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, നിരന്തരം ജപമാല ചൊല്ലിക്കൊണ്ടിരുന്നു. അങ്ങനെ ഒരു തോന്നൽ വന്നു, ജർമ്മൻ പഠിക്കാം. ഇപ്പോൾ കൂടുതൽ ആൾക്കാർ ജർമ്മൻ പോകുന്നുണ്ട്. അപ്പം മമ്മിയും പറഞ്ഞു ജർമ്മൻ പഠിക്കുന്നതാണ് കുറച്ചും കൂടെ ബെറ്റർ, സ്കോപ്പ് ഉണ്ട്, നമുക്ക് ജർമ്മൻ നോക്കാമെന്ന്. പക്ഷേ ഓൾറെഡി ഒരു ഫെയിലിയർ ഉണ്ടായത് കൊണ്ട് ജർമ്മൻ പഠിക്കുന്നത് എനിക്ക് വളരെ ഒരു ടെൻഷനായിരുന്നു. അങ്ങനെ പിന്നെയും അമ്മേൻ്റെ അടുത്ത് ജപമാല ചൊല്ലി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു.
അമ്മ തന്നെ എനിക്കൊരു സെൻറ്റർ നൽകണം, എക്സാം എവിടെ എഴുതണം, ഞാൻ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് അമ്മ തന്നെ പറഞ്ഞു തരണം, തിരുക്കുമാരനോട് ചോദിച്ചിട്ട് എനിക്ക് ഉത്തരം നൽകണം എന്ന് പറഞ്ഞു. അങ്ങനെ അമ്മ തന്നെ എനിക്കൊരു സെൻറ്റർ എടുത്തു തന്നു കണ്ണൂർ. അവിടെ എല്ലാ ദിവസവും കുർബാനയുണ്ടായിരുന്നു. എന്ന് നമുക്ക് കുമ്പസാരിക്കാൻ സാഹചര്യം ഉണ്ടായിരുന്നു. അവിടെ ജർമ്മൻ പഠിക്കാൻ പോയതുകൊണ്ട് തന്നെ ആത്മീയമായിട്ട് ഒത്തിരി വളരാൻ എനിക്ക് സാധിച്ചു. എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകും, അവിടെ കുർബാനയ്ക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. അങ്ങനെ പരിശുദ്ധ അമ്മേനോടും ഈശോനോടും ഒത്തിരി അടുക്കാനുള്ള ഒരു സാഹചര്യം അവിടെ നിന്ന് ലഭിച്ചു. അങ്ങനെ അമ്മയോട് തന്നെ ചോദിച്ച് എക്സാം സെൻറ്റർ എടുത്തു. ഡൽഹിയിലാണ് എക്സാം സെൻറ്റർ എടുത്തത്. എനിക്ക് ഹിന്ദി അറിയത്തില്ല, ഒറ്റയ്ക്കാണ് പോകുന്നത്. അപ്പോൾ കൂട്ടുകാരെല്ലാം എന്നോട് ചോദിച്ചു, നീ ഒറ്റയ്ക്ക് എങ്ങനെ ഹിന്ദി അറിയാതെ അവിടം വരെ പോകും? അപ്പോൾ എന്തോ ഒരു ധൈര്യം, ഞാൻ എൻ്റെ കൊന്ത പിടിച്ച് അതിലുള്ള കാശുരൂപം കാണിച്ചിട്ട് അവരോട് പറയും, പരിശുദ്ധ അമ്മ എൻ്റെ കൂടെ വരും, ഒരു വ്യക്തിയെ പോലെ, എൻ്റെ ചാച്ചൻ അമ്മേനെ പോലെ അമ്മ എൻ്റെ കൂടെ പരീക്ഷ എഴുതാൻ വേണ്ടി വരും, അമ്മ എൻ്റെ അടുത്തിരുന്ന് പരീക്ഷ എഴുതി കൊടുക്കും, എന്നെ പാസ്സാക്കുമെന്ന് ഞാൻ പറയും. അപ്പോൾ അവർ പറയും, ധൈര്യം നല്ല ധൈര്യമാണ്, പക്ഷേ ആരെങ്കിലുമൊക്കെ കൂട്ടിന് കൊണ്ടുപോകണം, ഹിന്ദി അറിയത്തില്ല. പിന്നെ ഞാൻ B1 പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് B2 പരീക്ഷ എഴുതുന്നത്. ഞാൻ നിരന്തരമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ പരിശുദ്ധ അമ്മേനെ കൂട്ടി വിളിച്ച് സഞ്ചാരി മാതാവിൻ്റെ കൂടെ ഞാൻ പരീക്ഷ എഴുതാൻ പോയി. ഡൽഹിയിൽ പരീക്ഷ എഴുതി. റിസൾട്ട് വന്നപ്പോൾ 2 മൊഡ്യൂളാണ് ഞാൻ എഴുതിയത്, ലേസണും ഹ്യോറനും. ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ ഞാൻ അത് ക്ലിയർ ചെയ്തു. അപ്പോൾ ഭയങ്കര ഒരു കോൺഫിഡൻസ് ആയിരുന്നു. പരിശുദ്ധ അമ്മ കൂടെ വന്ന് പരീക്ഷ എഴുതിയാൽ എന്തായാലും പരീക്ഷ പാസ്സാവുന്ന ഒരു കോൺഫിഡൻസ് ലഭിച്ചു. അങ്ങനെ പിന്നെയും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. ഇത് ജർമ്മൻ എക്സാം എഴുതുന്നതിന് മുൻപ്, ജർമ്മൻ പഠിക്കണം എന്ന് തീരുമാനിക്കുന്നതിന് മുൻപായിട്ട് ഒരു ദിവസം സ്വപ്നത്തിൽ ജോസഫ് അച്ഛനെ കണ്ടു. അച്ഛൻ അതിനകത്ത് എന്നെ ഫോൺ ചെയ്യുകയാണ്. എന്നോട് ചോദിക്കുന്നു, ടാനി അല്ലേ, നീ കാരുണ്യ പ്രവർത്തികൾ ചെയ്യാറില്ലേ, ഉടമ്പടി എടുത്തല്ലേ എന്ന് ചോദിക്കുന്നു. ഞാൻ ആദ്യത്തെ ഉടമ്പടി എടുത്തു, രണ്ടാമത് അത് പുതുക്കി, പക്ഷേ ഞാൻ കാരുണ്യ പ്രവർത്തികളൊന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല. ജപമാല നിരന്തരം ചെല്ലും, പ്രാർത്ഥിക്കും, പക്ഷേ കാരുണ്യ പ്രവർത്തികളൊന്നും ചെയ്യുന്നില്ലായിരുന്നു. അങ്ങനെ ഞാൻ മമ്മീൻ്റെ അടുത്ത് അത് പറഞ്ഞപ്പോൾ, ചിലപ്പം കാരുണ്യ പ്രവർത്തികൾ നമ്മൾ കൂടുതലായിട്ട് ചെയ്താലേ അനുഗ്രഹം ലഭിക്കുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഒത്തിരി കാരുണ്യ പ്രവൃത്തികളൊക്കെ ചെയ്യാൻ തുടങ്ങി, മറ്റുള്ളവരെ സഹായിക്കാൻ തുടങ്ങി, എല്ലാം ഷെയർ ചെയ്യാനൊക്കെ തുടങ്ങി. അങ്ങനെ ലേസണും ഹ്യോറിനും പാസ്സായതിനു ശേഷം സ്പ്രഹനും ഷ്രൈബനും ഡേറ്റ് എടുത്തു. 2 വട്ടം ഞാൻ എക്സാം എഴുതി. ലേസണും ഹ്യോറിനും ജയിച്ചുകൊണ്ട് തന്നെ എൻ്റെ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. എന്നാൽ 2 വട്ടം ഞാൻ തോറ്റുപോയി. ഷ്രൈബൻ റൈറ്റിംഗ് ആയിരുന്നു എനിക്ക് ഏറ്റവും ടഫ്. അതിന് 60 മാർക്കാണ് പാസ്സാവാൻ വേണ്ടത്. പക്ഷേ ഞാൻ എങ്ങനെ എഴുതിയിട്ടും എനിക്ക് 28-29 മാർക്കേ ലഭിക്കുന്നുള്ളൂ. ഞാൻ നിരന്തരമായിട്ട് പിന്നെയും ജപമാലകൾ ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്ത് ചെയ്തിട്ട് ഈ ഷ്രൈബൻ എനിക്ക് പാസ്സാകാൻ പറ്റുന്നില്ലല്ലോ. സ്പ്രഹൻ കിട്ടുന്നുണ്ട്, പക്ഷേ ഷ്രൈബൻ എനിക്ക് പഠിക്കാൻ വേണ്ടി പറ്റുന്നില്ല. എങ്ങനെ അത് പഠിക്കണം എന്ന് അറിയത്തില്ലായിരുന്നു. അങ്ങനെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. എന്നിട്ട് ഞാൻ അമ്മേൻ്റെ അടുത്ത് പറഞ്ഞു, അമ്മ എനിക്ക് 60 മാർക്ക് തന്നാൽ മതി, 61 വേണ്ട, 59 വേണ്ട, 60 മാർക്ക് എനിക്ക് തരണം. 60 മാർക്ക് കറക്റ്റ് പാസിംഗ് മാർക്കാണ്, അത് തന്നാൽ അമ്മ തന്നെയാണ് എൻ്റെ കൂടെ വന്ന് പരീക്ഷ എഴുതിയെന്നും അമ്മ തന്നെയാണ് എൻ്റെ പേപ്പർ ചെക്ക് ചെയ്യുന്നതും ഞാൻ വിശ്വസിക്കാം. അമ്മ എനിക്ക് 60 മാർക്ക് തരണം എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് ചെന്നൈയിൽ ഡേറ്റ് കിട്ടി. ചെന്നൈയിലേക്ക് പോകുമ്പോൾ ഇവിടുന്ന് തമിഴ് പത്രങ്ങൾ മേടിച്ചുകൊണ്ട് പോയി. എക്സാം സെൻറ്ററിലോട്ട് പോകുന്ന വഴിക്ക് കുറച്ച് നടക്കാനുണ്ട്. ആ പോകുന്ന വഴിക്കെല്ലാം ഞാൻ ഈ പത്രങ്ങൾ എല്ലാവർക്കും കൊടുക്കും. അവർക്ക് വായിക്കാൻ അറിയാവോ, തമിഴ് വായിക്കാൻ അറിയുന്ന ആൾക്കാരാണോ, ഇത് വായിക്കുമോ, അത് സീരിയസ് ആയിട്ട് എടുക്കുമോയെന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. അപ്പം ഞാനത് കൊടുക്കുന്നതിന് മുൻപ് മുട്ടുകുത്തി നിന്ന് പത്രങ്ങൾ വെച്ച് അതിനകത്ത് തൈലം തേച്ച് പ്രാർത്ഥിക്കും. അമ്മേ, ഇത് അർഹതപ്പെട്ടവരുടെ കയ്യിലെത്തണം, ഇത് വെറുതെ അവരെ റോട്ടിലൊന്നും വലിച്ചെറിയരുത്. അങ്ങനെ കാണുവാണെങ്കിൽ ഞാൻ പോകുന്ന വഴിക്ക് തന്നെ ഈ പേപ്പർ ആരെങ്കിലും നിലത്തിട്ടിട്ടുണ്ടെങ്കിൽ എത്ര അവസ്ഥയിലാണെങ്കിൽ ഞാനത് എടുത്തോളാം. അമ്മ അത് അങ്ങനെ നിലത്തിടുവാണെങ്കിൽ അത് എൻ്റെ മുൻപിൽ തന്നെ കാണിച്ചു തരണം എന്ന് പറഞ്ഞു. ഞാൻ ആ വഴി കൂടെ തന്നെ 2-3 വട്ടം നടന്നു. ആരും ഇട്ട് കണ്ടില്ല. കേരളത്തിൽ നമ്മളിവിടെ പത്രം കൊടുക്കുന്നതിനൊക്കെ ആവേശം കൂടുതലായിരുന്നു. എല്ലാവരും ഓടി വന്നത് എന്താ പത്രം, ഇത് ആരാന്ന് ചോദിക്കും. ഞാൻ പറയും, വേളാങ്കണ്ണി മാതാവിനെ പോലെ ഒരു അമ്മയാണ്, കേരളത്തിൽ ഫേമസ് ആയിട്ടുള്ള അമ്മയാണ്, ഒത്തിരി അനുഗ്രഹം തരൂ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പത്രം കൊടുക്കുന്നത്. അങ്ങനെ ചെന്നൈയിൽ എക്സാം എഴുതി. എൻ്റെ കൂടെ വേറെയും പിള്ളേരുണ്ടായിരുന്നു. എക്സാം എഴുതിയതിന് തൊട്ട് മുൻപായിട്ട് ഞാൻ അവരുടെ എല്ലാം പാസ്പോർട്ട് എടുത്ത് വെഞ്ചരിച്ച് ഹോൾ ടിക്കറ്റൊക്കെ എടുത്ത് എണ്ണ തേച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് റിസൾട്ട് വന്നപ്പോൾ ഞങ്ങളെല്ലാവരും പാസ്സായി. എനിക്ക് ഷ്രൈബിന് കറക്റ്റ് 60 മാർക്കാണ് ലഭിച്ചത്. അത് കഴിഞ്ഞ് ഞാൻ വിസയ്ക്ക് വെച്ചു. എൻ്റെ മുൻപിൽ വെച്ചവർക്കും പിന്നിൽ വെച്ചവർക്കും വിസ 7 ദിവസം കൊണ്ടും 10 ദിവസം കൊണ്ടും ലഭിച്ചു. പക്ഷേ എൻ്റെ വിസ വരുന്നുണ്ടായിരുന്നില്ല. ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു. അങ്ങനെ ഇവിടെ വന്ന് പിന്നെയും ഉടമ്പടി പുതുക്കി പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് പിറ്റത്തെ ആഴ്ച ഇവിടെ അഖണ്ഡ ജപമാല റാലി നടപ്പുണ്ടായിരുന്നു. അപ്പോൾ മമ്മി പറഞ്ഞു, നമുക്ക് അഖണ്ഡ ജപമാല റാലിയിൽ പങ്കെടുക്കാം. അപ്പോൾ അമ്മ എന്തായാലും ഉത്തരം നൽകും. കുറേ ആൾക്കാർ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നു, അഖണ്ഡ ജപമാലയിൽ പ്രാർത്ഥിക്കുന്നുണ്ട്, എല്ലാവർക്കും അനുഗ്രഹം ലഭിക്കുന്നുണ്ട്, നമുക്കും പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. കഴിഞ്ഞ ശനിയാഴ്ച 25-ാം തീയതി ഞങ്ങളിവിടെ വന്ന് അഖണ്ഡ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു. ബുദ്ധിമുട്ടാണെന്ന് വിചാരിച്ചു, പക്ഷേ വളരെ എളുപ്പമായിട്ട് ഇവിടം വരെ നടന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ വേണ്ടി സാധിച്ചു.
അങ്ങനെ മമ്മി ഒരു ഡേറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ശനിയാഴ്ച ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നു, തിങ്കളാഴ്ച രാവിലെ ഞങ്ങൾക്ക് വിസയുടെ എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് വേണം, ഒരു ഇമെയിൽ ഡിസ്പാച്ച് ആയി എന്ന് പറഞ്ഞ് ഒരു ഇമെയിൽ വരണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. ശനിയാഴ്ച ഞങ്ങൾ രാത്രി പോയി, ഞായറാഴ്ച ദിവസം മുഴുവൻ കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചു. തിങ്കളാഴ്ച 10:06 ആയപ്പോഴത്തേക്കും എനിക്ക് മെയിൽ വന്നു വിസ ഡിസ്പാച്ച് ആയിന്ന്. അത്രയും നാളും വരാതിരുന്ന ആ വിസ ഇവിടെ വന്ന് അഖണ്ഡ ജപമാലയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് മാത്രമാണ് എനിക്കത് ലഭിച്ചത്. അങ്ങനെ എനിക്ക് പുറത്തേക്ക് പോകാൻ, ജർമ്മനിയിലോട്ട് പോകാൻ വേണ്ടി സാധിച്ചു. ഇത്രയും വലിയ അനുഗ്രഹം എനിക്ക് തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറയുന്നു. കാരുണ്യ പ്രവർത്തികളായിട്ട് ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് അവിടെയുള്ള ഓൾഡ് ഏജ് ഹോം, വയനാട്ടിലുള്ള ഓൾഡ് ഏജ് ഹോം സന്ദർശിക്കുകയും അവിടുത്തെ പ്രായ അമ്മച്ചിമാർക്ക് ഇവിടുത്തെ കാശ് രൂപം കൊന്തയിൽ കെട്ടിക്കൊടുക്കും, അവരുടെ അടുത്തിരുന്ന് പത്രം വായിച്ചു കൊടുക്കും. ഇവിടുന്ന് കുറേ പത്രങ്ങൾ കൊണ്ടിട്ട് എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഇവിടുത്തെ വചനങ്ങൾ, അച്ഛൻ ഈ ഡെയിലി ബ്രെഡിൽ പറയുന്ന വചനങ്ങൾ ഞാൻ ബൈബിളിൽ നിന്ന് എടുത്ത് അത് സ്റ്റാറ്റസ് ഇടും, എല്ലാവർക്കും അയച്ചു കൊടുക്കും. പിന്നെ പ്രാർത്ഥനാ സഹായമായിട്ട് ഓരോരുത്തർ ചോദിക്കുമ്പം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എന്നെപ്പോലെ B2 ഒക്കെ പാസ്സാവാൻ വേണ്ടി ഒത്തിരി ബുദ്ധിമുട്ടുന്ന ഒത്തിരി പിള്ളേരുണ്ടായിരുന്നു. അവരൊക്കെ എന്നോട് പ്രാർത്ഥിക്കാൻ വേണ്ടി പറയുമ്പോൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. ഇതൊക്കെയാണ് കാരുണ്യപ്രവർത്തികളായിട്ട് ചെയ്തത്. അതുപോലെ തന്നെ എക്സാം സെൻറ്ററിലോട്ട് വരുന്ന പിള്ളേർക്ക് ചിലപ്പോൾ മാതാവിനെ പറ്റി അറിയത്തുണ്ടാവില്ല. അപ്പോൾ ഞാനിങ്ങനെ എക്സാം സെൻറ്ററിൽ ജപമാല ചൊല്ലിക്കൊണ്ട് നടക്കുന്ന കാണുമ്പോൾ അവരെന്നോട് ചോദിക്കും, ചേച്ചി എന്താ ചെയ്യണമെന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ പറയും, ഞാൻ എൻ്റെ ആൻസറൊക്കെ ജപമാലയിൽ കോഡ് ചെയ്യാണ്, ഇതിനകത്ത് ഞാനെല്ലാം കോഡ് ചെയ്ത് വെക്കും, എന്നിട്ട് എക്സാമിൻ്റെ ടൈമിൽ മാതാവ് എനിക്ക് അടുത്തിരുന്ന് പറഞ്ഞു തരുമെന്ന് പറയും. അപ്പോൾ അവർ പറയും അതെന്താ ടെക്നിക്ക്. അപ്പം ഇത് എക്സാമിന് മുൻപ് ഞാനിങ്ങനെ ഉപ്പും തൈലം എടുത്ത് അവർക്കെല്ലാം നെറ്റി തേച്ച് കൊടുക്കും, പാസ്പോർട്ടേക്ക് തേച്ച് കൊടുക്കും. എന്നിട്ട് പറയും ആൻസർ എല്ലാം ജപമാലയാക്കി ഞാൻ ചെല്ലും, അത് ഞാൻ ഇതിനകത്ത് സ്റ്റോർ ചെയ്യും, അമ്മ എനിക്കത് പറഞ്ഞു തരുമെന്ന് പറയും. അപ്പോൾ അവർ പറയും അത് കൊള്ളാലോ, ഞങ്ങൾക്കത് പറഞ്ഞു തരണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ജപമാലേനെ പറ്റിയും പരിശുദ്ധ അമ്മേനെ പറ്റിയിട്ടും കൃപാസനത്തെ പറ്റിയിട്ടൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കുമായിരുന്നു. അങ്ങനെ റിസൾട്ട് വന്നു കഴിയുമ്പം എല്ലാവരും എന്നെ വിളിച്ച് പറയും, ചേച്ചി പാസ്സായി, ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു വിജയം ലഭിച്ചു, പരിശുദ്ധ അമ്മ വഴി ഞങ്ങൾക്ക് വിജയം ലഭിച്ചു, ചേച്ചി എന്ന് പറഞ്ഞത് നന്നായി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത്രയും വലിയ അനുഗ്രഹം എനിക്ക് എൻ്റെ കുടുംബത്തിന് നൽകിയ പരിശുദ്ധ അമ്മ മാതാവിനും തിരുക്കുമാരനും ഒത്തിരി നന്ദി പറയുന്നു. മാർച്ച് 12 നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ഈ സ്റ്റേജിൽ കയറി നിന്ന് ഈശോയ്ക്കും മാതാവിനും നന്ദി പറയുവാൻ എന്നെയും എൻ്റെ കുടുംബത്തെയും അനുഗ്രഹിച്ച ഈശോയ്ക്ക് 1000 നന്ദി പറയുന്നു. ഞാനിപ്പോൾ സ്റ്റാഫ് നേഴ്സായി ജർമ്മനിയിൽ ജോലി ചെയ്യുന്നു. ഈ വർഷത്തെ ജപമാല റാലിയിൽ പങ്കെടുക്കുവാൻ വേണ്ടി 12 ദിവസത്തെ അവധിയെടുത്ത് വന്നതാണ്. ഞാൻ 2004 നേഴ്സിംഗ് പാസ് ഔട്ടായത്. അന്ന് മുതലുള്ള എൻ്റെ ആഗ്രഹമായിരുന്നു വിദേശത്ത് കുടുംബവുമായി ഒരു ജോലി. അന്ന് മുതൽ കാനഡ, UK, ഡെൻമാർക്ക് അങ്ങനെ പല രാജ്യങ്ങളിലേക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നു. പക്ഷേ എങ്ങും ഒരു ജോലി ശരിയായില്ല, എന്നും തടസ്സമായിരുന്നു. അങ്ങനെ ഇരിക്കെ സൗദി അറേബ്യയിൽ ഒരു ജോലി കിട്ടി. പക്ഷെ 4 വർഷം കഴിഞ്ഞപ്പോൾ എൻ്റേതല്ലാത്ത കാരണത്താൽ, അതായത് അവിടുത്തെ ആൾക്കാർക്ക് ജോലിക്ക് വേണ്ടിയിട്ട് 20 പേരെ അവിടുന്ന് ടെർമിനേറ്റ് ചെയ്തപ്പോൾ കൂടെ എന്നെയും ടെർമിനേറ്റ് ചെയ്തു. അങ്ങനെ ആ ജോലിയും നഷ്ടമായി. അത് കഴിഞ്ഞിട്ട് ഞാൻ നാട്ടിൽ തന്നെയായിരുന്നു, വീട്ടിലെ ജോലികളെല്ലാം ചെയ്ത് അങ്ങനെ എൻ്റെ കരിയർ തന്നെ നഷ്ടപ്പെട്ട ഒരു അവസ്ഥയിൽ വേദനയോടെ കഴിയുന്ന സമയത്താണ് എൻ്റെ ഒരു ഫ്രണ്ട് വഴി ഞാൻ കൃപാസനത്തെ പറ്റി അറിയുന്നതും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നതും. അങ്ങനെ എനിക്ക് ജർമ്മനിക്ക് പോകുവാൻ പെട്ടെന്ന് ശരിയാവുകയും ജർമ്മൻ ഭാഷ മാതാവിൻ്റെ സഹായത്തോടെ അത് എത്രയും പെട്ടെന്ന് പാസ്സാകുവാനും ജർമ്മനിയിൽ 2023 ജൂലൈ മാസത്തിൽ ചെല്ലുവാനും എനിക്ക് സാധിച്ചു. ഇവിടുന്ന് ഉടമ്പടി എടുത്ത് അന്ന് മുതൽ അതിൻ്റെ പിറ്റേ ദിവസം മുതൽ കുമ്പസാരിച്ച് ഉടമ്പടി നിബന്ധനകൾ പാലിച്ച് ജീവിച്ചു പോരുന്ന ഒരാളാണ് ഞാൻ. എല്ലാ ദിവസവും കുർബാനയിൽ പങ്കെടുക്കുമായിരുന്നു. അച്ഛൻ്റെ എല്ലാ ചൊവ്വാഴ്ചയുമുള്ള യൂട്യൂബിലെ ഉടമ്പടി ആരാധന ഇന്ന് വരെ മുടങ്ങാതെ ഞാൻ കൂടിയിട്ടുണ്ട്. അതുപോലെ ബൈബിൾ വായന, അങ്ങനെ എല്ലാ കാര്യങ്ങളും കൃത്യതയോടെ ചെയ്തു പോയിക്കൊണ്ടിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പം ജർമ്മനി ചെന്ന് കഴിഞ്ഞ് അവിടെ B2 എക്സാം പാസ്സാകണമായിരുന്നു. അതിനു വേണ്ടിയിട്ട് ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പും ഉപയോഗിച്ച് എക്സാമിന് പോയി. ആ എക്സാമും പാസ്സായി. അത് കഴിഞ്ഞ് അവിടുത്തെ രജിസ്ട്രേഷൻ എക്സാമും പാസ്സാകാൻ അമ്മയും ഈശോയും മാതാവും എന്നെ സഹായിച്ചു. ഇതിനിടയ്ക്കെല്ലാം ഞാൻ സാക്ഷ്യങ്ങൾ എപ്പോഴും കേൾക്കുമായിരുന്നു. എക്സാമിനൊക്കെ പോകുമ്പോൾ ഭയങ്കര ടെൻഷനായിരുന്നു. അവിടെയെല്ലാം എന്നെ ശക്തിപ്പെടുത്തിയതും ബലപ്പെടുത്തിയതും അച്ഛൻ്റെ ടോക്കുകളും ഇവിടുത്തെ എല്ലാ സാക്ഷ്യങ്ങളുമായിരുന്നു. അത് കഴിഞ്ഞ് അവിടുത്തെ രജിസ്ട്രേഡ് നേഴ്സായി അവിടുത്തെ സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ കുടുംബത്തെ അങ്ങോട്ട് കൊണ്ടുപോകണമെങ്കിൽ എനിക്ക് അവിടെ ഒരു ഭവനം ആവശ്യമായിരുന്നു. അവിടെ ഒരു വീട് കിട്ടുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ കുട്ടികളുള്ളപ്പോൾ അവർക്ക് ജർമ്മൻകാർക്ക് വീട് വാടകയ്ക്ക് തരാൻ വളരെ മടിയായിരുന്നു. അങ്ങനെ ഇരിക്കെ ഞാനൊരു ദിവസം പള്ളിയിൽ കഴിഞ്ഞ്
ഇങ്ങനെ അവിടെ കുരിശിൻ്റെ വഴി ചെല്ലിക്കൊണ്ടിരുന്നപ്പോൾ ആ പള്ളിയിൽ സ്ഥിരമായി വന്നുകൊണ്ടിരുന്ന ഒരു സ്ത്രീ വഴി എനിക്ക് അവിടെ വീട് കിട്ടി. അപ്പം അവർക്ക് ഈ 4 മക്കളുണ്ടെന്ന് പറയുമ്പോൾ അവർക്ക് ഒരു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു വീട് തരാൻ. അപ്പം ഞാനിത് നിരന്തരമായി അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പിന്നെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് പ്രാർത്ഥനയിൽ എന്നും സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ എനിക്ക് വാടകയ്ക്ക് വീട് തന്നേക്കുന്ന ആ ജർമ്മൻ സ്ത്രീക്കും 4 കുട്ടികളാണ്. അങ്ങനെ മാതാവ് എനിക്കായി ഒരു വീട് വാങ്ങി തന്നു. ആ വീട് ഞാൻ കിട്ടിയത് ആ സമയത്ത് ഞാൻ ഇവിടെ നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. ഞാനിവിടെ കൃപാസനത്തിൽ വന്ന് എൻ്റെ ഉടമ്പടി പുതുക്കി തിരിച്ച് വീട്ടിൽ ചെന്ന് 3 ദിവസം കഴിഞ്ഞപ്പോഴാണ് എനിക്കിങ്ങനെ ഈ വീടിനെ പറ്റി ഒരു മെയിൽ വരികയും ഈ വീട് എനിക്ക് കിട്ടുകയും ചെയ്തത്. അത് കഴിഞ്ഞ് ഞാൻ ലീവ് കഴിഞ്ഞ് അങ്ങോട്ട് ജർമ്മനിയിലേക്ക് പോയി. അവിടെ ചെന്ന് പിറ്റേ ദിവസം തന്നെ പോയി വീട് കണ്ടു. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ വാടകയൊക്കെ കൂടുതലാലോ, എന്നാ ചെയ്യണേ? അങ്ങനെ സംസാരിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പം എൻ്റെ മനസ്സിൽ തോന്നി എന്തെങ്കിലും ഉടമ്പടി അടയാളങ്ങൾ ആ വീട്ടിലുണ്ടെങ്കിൽ ആ വീട് എടുക്കാം എന്നുള്ളൊരു തീരുമാനത്തോടു കൂടി ഞാൻ പോയി. ഞാൻ അവിടെ ചെന്ന് ആ വീട് കണ്ടു കഴിഞ്ഞപ്പോൾ ആ വീടിനോട് ചേർന്ന് തന്നെ ഒരു പള്ളിയാണ് ആദ്യം ഞാൻ കണ്ടത് വീട് കാണാൻ പോയപ്പോൾ. അത് കഴിഞ്ഞ് എനിക്ക് കിട്ടിയ ആ വീട്ടിൻ്റെ ആ ചുവരിൽ തന്നെ ഒരു വലിയ കുരിശും പിന്നെ ആ വീടിൻ്റെ ജനാലകളൊക്കെ എല്ലാം പച്ച കളറിലുള്ള പെയിൻ്റാണ് അടിച്ചിരുന്നത്. അപ്പം ഞാൻ ഉറപ്പിച്ചു അത് മാതാവ് വഴി തന്നെ കിട്ടിയതാണ്. അങ്ങനെ ഞാൻ ആ വീടെടുത്തു. ഒക്ടോബർ ഈ മാസം 1-ാം തീയതി ഞാൻ ആ വീട്ടിലേക്ക് താമസം മാറി. അപ്പം അതിനുവേണ്ടി കുഞ്ഞുങ്ങളെയും എൻ്റെ ജീവിത പങ്കാളിയെയും കൊണ്ടുപോകാൻ വേണ്ടി വിസയ്ക്ക് അപ്ലൈ ചെയ്യണമായിരുന്നു. അപ്പം ഏജൻറ്റിനോട് ചോദിച്ചപ്പോൾ ഏജൻറ്റ് പറഞ്ഞു, നിങ്ങളുടെ വരുമാനം വെച്ച് നോക്കുമ്പോൾ അത് വിസ റിജക്ഷനേ വരുള്ളൂ. എന്നാന്ന് വെച്ചാൽ 5 പേർക്ക് ഒരാൾക്കുടെ കീഴിൽ ഒന്നിച്ച് വിസ അടിക്കുക എന്നുള്ളത് വളരെ പ്രയാസമാണ്. അങ്ങനെ വേറെ ഒത്തിരി പേർക്ക് അങ്ങനെ റിജക്ഷൻസ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് അത് നടക്കും തോന്നുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം ഏജൻറ്റ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നമുക്ക് 2ആയിട്ട് വെക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം ജീവിത പങ്കാളിയുടെയും 2 മക്കളുടെയും, അത് കഴിഞ്ഞിട്ട് 1 മാസം കഴിഞ്ഞ് അടുത്ത 2 പേരുടെയും വിസയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തു. ആദ്യം ഓഗസ്റ്റ് 21-ാം തീയതി ജീവിത പങ്കാളിയുടെയും മൂത്ത 2 കുട്ടികളുടെയും വിസയ്ക്ക് അപ്ലൈ ചെയ്തു. അത് കഴിഞ്ഞ് ഞാനും എൻ്റെ ജീവിത പങ്കാളിയും സെപ്റ്റംബർ 8 നോയമ്പെടുത്തു. മാതാവിൻ്റെ 8 നോയമ്പെടുത്തിട്ട് 8-ാം തീയതി ഇളയ കുഞ്ഞുങ്ങളുടെ വിസയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തു. സാധാരണ രീതിയിൽ വിസയ്ക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 14 ദിവസത്തിനുള്ളിൽ അവിടെ എനിക്ക് ജർമ്മനിയിൽ നമ്മുടെ ഇവിടുത്തെ എംബസിയിൽ നിന്ന് അപ്രൂവലിന് വരും. പക്ഷെ വന്നില്ല, വളരെ തടസ്സമായിരുന്നു. ഞാൻ മാതാവിനോട് കരഞ്ഞു പ്രാർത്ഥിച്ചു. എല്ലാം കൂടെ ഒന്നിച്ച് വന്ന റിജക്ഷനേ ഉണ്ടാവുമെന്ന് എനിക്കറിയാമായിരുന്നു. അങ്ങനെ എനിക്ക് വളരെ വിഷമമായി. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ഇവിടുത്തെ ഉടമ്പടി ഞാൻ പുതുക്കിയപ്പോൾ എൻ്റെ ഒരു നിയോഗമായിരുന്നു ഒക്ടോബർ 25-ാം തീയതിയിലെ ജപമാല റാലി കൂടണമെന്നുള്ളത്. ഞാനിങ്ങനെയാണ് മാതാവിനോട് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോയത്. ജപമാല റാലി കൂടി പോകുമ്പോൾ എൻ്റെ കുടുംബത്തോടൊപ്പം എനിക്ക് ജർമ്മനിക്ക് തിരിച്ചു പോകുവാനുള്ള അവസരം നീ ഒരുക്കി തരണം. അത് മാത്രമായിരുന്നു എൻ്റെ പ്രാർത്ഥന. അങ്ങനെ ഈ വിസയുടെ കാര്യത്തിൽ ഒരു തീർച്ചയില്ല, തീരുമാനമില്ല. അങ്ങനെ ഞാൻ ഒത്തിരി വിഷമിച്ചു. ഞാൻ എന്നും ഈ അനുഗ്രഹദിന ഡെയിലി ബ്രെഡ് പ്രാർത്ഥനയിൽ ഡോക്യുമെൻറ്റ്സ് കാണിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അത് വെച്ചാൽ എൻ്റെ കയ്യിൽ കുഞ്ഞുങ്ങളുടെ പാസ്പോർട്ട് ഇല്ലാത്തതുകൊണ്ട് എൻ്റെ പാസ്പോർട്ട് എടുത്ത് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അത് ഈശോയുടെ മാതാവിൻ്റെ മുന്നിൽ കൊണ്ടുവച്ച് എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. ഒത്തിരി ഉപ്പും വിതറി പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഞാൻ വിസ ഓഫീസിൽ വിളിച്ചു ചോദിച്ചപ്പം ഇതിൻ്റെ അപ്ഡേറ്റ്സിനെ പറ്റി വിളിച്ചു ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഇതുവരെ ഇവിടെ ഒന്നും വന്നിട്ടില്ല, അങ്ങനെ ആകപ്പാട് തടസ്സപ്പെട്ട് കിടക്കുന്നു. ഞാൻ അവിടെ ലീവ് എഴുതി കൊടുത്തേക്കുന്നു. ഒക്ടോബർ 20 മുതലുള്ള ലീവ് എനിക്ക് ആകപ്പാടെ 12 ദിവസത്തെ ലീവ് ഇനി മിച്ചമുള്ളൂ. അപ്പം ജപമാല റാലി കൂടണം, അത് കഴിഞ്ഞിട്ട് തിരിച്ച് പോകണം, അപ്പോൾ ഇവരെയും കൊണ്ട് പോകണം. ഇതൊക്കെയായിരുന്നു എൻ്റെ പ്ലാനുകൾ. പക്ഷെ അതെല്ലാം തകിടം മറിയുന്നത് ഒരവസ്ഥയിലായി. അങ്ങനെ ഇരിക്കെ പെട്ടെന്ന് ഒരു ദിവസം അവിടുന്ന് വിസ ഓഫീസിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, ഇതിൻ്റെ അപ്രൂവലിന് വേണ്ടിയിട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട്. വന്നപ്പം ഇവരുടെ 5 പേരുടെയും കൂടെ പേര് ഒന്നിച്ചു വന്നു. അപ്പോൾ പിന്നെ ഞാൻ ഉറപ്പിച്ചു, ശരി ഇത് റിജക്ഷൻ തന്നെ. എന്നാന്ന് വെച്ചാൽ അങ്ങനെ നടക്കത്തില്ലെന്നാണ് മനുഷ്യ ബുദ്ധിയിൽ ആശ്രയിച്ച് എന്നോട് ഏജൻറ്റുമാർ പറഞ്ഞത്. അതൊരിക്കലും നടക്കത്തില്ല അങ്ങനെ പറഞ്ഞു. അങ്ങനെ എനിക്ക് ആകപ്പാടെ വിഷമമായി.
ഞാൻ ജപമാല 4 ജപമാല ഒന്നിച്ച് ചൊല്ലി മാതാവിനോട് ചോദിച്ചു, ഇതിനെന്താണ് ഒരു പരിഹാരം, എനിക്കറിയില്ല എന്നാ ചെയ്യേണ്ടതെന്ന്. എനിക്ക് പക്ഷേ 2 കുട്ടികൾ ഇവിടെ ഇട്ട് 2 കുട്ടികൾ അവിടെ, അങ്ങനെ പറ്റത്തില്ല, എനിക്ക് എൻ്റെ കുടുംബത്തോടൊപ്പം ജീവിക്കണം മാതാവേ എന്നും പറഞ്ഞ് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു. അങ്ങനെ അച്ഛൻ്റെ ആരാധനയും കൂടി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ മനസ്സിൽ തോന്നി, ഞാൻ അവരുടെ അടുത്ത് ഓഫീസിൽ വിളിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞു, നീ ഒരു മിനി ജോബിന് ശ്രമിക്ക്, ചിലപ്പോൾ മിനി ജോബ് ചെയ്യുമ്പോൾ ഇച്ചിരിയും കൂടെ വരുമാനം കൂട്ടി കിട്ടും, അപ്പോൾ എല്ലാവർക്കും കൂടെ വിസ അടിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ അവിടെ ഒരു മിനി ജോബിന് വേണ്ടിയിട്ട് അന്വേഷിച്ചിട്ട് എനിക്കെങ്ങും മിനി ജോബ് കിട്ടുന്നില്ല. ഞാൻ മാതാവിനോട് പറഞ്ഞു, എനിക്ക് എന്നാ ചെയ്യേണ്ടതെന്നൊന്നും എനിക്കറിയത്തില്ല, എനിക്കെന്തായാലും ജപമാല റാലി കൂടി കഴിഞ്ഞ് എൻ്റെ കുടുംബത്തോടൊപ്പം സാക്ഷ്യം പറഞ്ഞ് എനിക്കിങ്ങോട്ട് പോരുകയും ചെയ്യണം, എനിക്കെന്താണെന്ന് അറിയത്തില്ല, നീ എന്താന്ന് വെച്ചാൽ ചെയ്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കെ എൻ്റെ പള്ളിയിൽ വെച്ച് ഞാൻ കണ്ട ഒരു ജർമ്മൻ സ്ത്രീ, അവരെന്നെ ഇങ്ങോട്ട് വന്ന് സഹായിച്ചു. അവരെന്നോട് പറഞ്ഞു, നീ വിഷമിക്കണ്ട, നിനക്ക് മിനി ജോബ് ഞങ്ങൾ ഒരു മിനി ജോബായിട്ട് തരാം എന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ അവർ എല്ലാ മാസവും എൻ്റെ അക്കൗണ്ടിലേക്ക് 500 യൂറോ വെച്ച് ഇട്ട് തന്ന് എന്നെ ഹെൽപ്പ് ചെയ്യാൻ അവർ മുന്നോട്ട് വന്നു. അതായത് അവർ എന്നെ ഫാമിലി സപ്പോർട്ട് ചെയ്യാമെന്ന് അവർ ഏറ്റെടുത്തു. അങ്ങനെ എനിക്ക് ആ രീതിയിൽ എനിക്ക് വരുമാനം അങ്ങനെ കൂടി. അങ്ങനെ അവിടുത്തെ പേപ്പറുകളെല്ലാം മുന്നോട്ട് നീക്കി. എന്നിട്ടും വിസയുടെ കാര്യത്തിൽ ഒരു തീരുമാനമില്ല. എന്നാന്ന് വെച്ചാൽ എൻ്റെ പേപ്പർ വർക്കുകൾ ചെയ്യുന്ന ഉത്തരവാദിത്തപ്പെട്ട ആൾ ലീവായി. പിന്നെ അത് കഴിഞ്ഞപ്പം ആ മനുഷ്യൻ സിക്കായി. അങ്ങനെ എൻ്റെ പേപ്പർ അവിടെ എല്ലാം തടസ്സപ്പെട്ട് കിടക്കുവാണ്. ഇവിടെ 20-ാം തീയതി ഞാൻ ലീവ് എഴുതി കൊടുത്തേക്കുന്നു, ടിക്കറ്റൊന്നും എടുത്തിട്ടില്ല. പക്ഷേ എനിക്കിങ്ങ് പോരണം, എനിക്കിതിൻ്റെ കാര്യത്തിൽ തീരുമാനം അറിയാതെ ഇങ്ങ് പോരത്തില്ല, എനിക്ക് ജപമാല റാലി കൂടണം, എനിക്കറിയില്ല എന്നാ ചെയ്യേണ്ടതെന്ന് ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ലാസ്റ്റ് ഞാൻ മാതാവിനോട് ഡേറ്റ് ഇട്ട് ഞാൻ പ്രാർത്ഥിച്ചു. ഒക്ടോബർ 20 ഞാൻ ഡേറ്റ് ഇട്ടു. എനിക്ക് ഒക്ടോബർ 20-ാം തീയതി എന്താന്ന് വെച്ചാൽ ഒരു ഉറച്ച തീരുമാനം എനിക്ക് തരണം. എനിക്ക് പക്ഷേ റാലി കൂടണമെന്നുണ്ട്. ഇനി നിൻ്റെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ ഞാൻ റാലിക്ക് വരത്തില്ല, പക്ഷേ എനിക്ക് റാലി കൂടണമെന്നുണ്ട്. മാതാവേ, നീ തന്നെ എന്നോയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണേ, നീ സഞ്ചാരി മാതാവല്ലേ, സമയ ചുരുക്കത്തിൻ്റെ അമ്മയല്ലേ, നിനക്ക് എന്നെ സഹായിക്കാൻ പറ്റും എന്ന് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ച് 19-ാം തീയതിയായി. 19-ാം തീയതി വരെ എനിക്ക് അവിടെ ഡ്യൂട്ടിയുള്ളൂ. 20-ാം തീയതി മുതൽ എനിക്ക് ലീവാണ്. എനിക്കറിയത്തില്ല എന്നാ ചെയ്യേണ്ടതെന്ന്. 19-ാം തീയതി ഒരു തീരുമാനമെടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഞാനിങ്ങനെ നീറുകയാണ്. അങ്ങനെ ഞാൻ സമ്പൂർണ്ണ ജപമാല പിന്നെയും ചൊല്ലി. ഞാൻ ബൈബിൾ തുറന്നു, എപ്പോഴും ഞാൻ അങ്ങനെയാണ്, ഈശോയോട് സംസാരിച്ചിട്ട് ബൈബിൾ തുറന്നു നോക്കുമ്പോൾ എനിക്ക് അതിന് അനുയോജ്യമായ ഉത്തരം എപ്പോഴും ബൈബിളിൽ നിന്ന് കിട്ടാറുണ്ട്. നമ്മുടെ പ്രശ്നങ്ങൾക്ക് എൻ്റെ ജീവിതത്തിൽ എനിക്ക് അങ്ങനെ അനുഭവപ്പെട്ടിട്ടുണ്ട്. എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിനുള്ളൊരു ഉത്തരം ബൈബിളിൽ നിന്ന് എവിടെ നിന്നെങ്കിലും കിട്ടിയിരിക്കും. അന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ബൈബിൾ തുറന്നപ്പം എനിക്ക് കിട്ടിയത് ഹബക്കൂക്ക് പ്രവാചകൻ്റെ 1-ാം അധ്യായം 5-ാമത്തെ വാക്യമാണ്. ദൈവത്തിൻ്റെ മറുപടി. ആരും പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്ത ഒരു പ്രവൃത്തി, ഒരത്ഭുതം നിൻ്റെ നാളുകളിൽ ഞാൻ ചെയ്യാൻ പോകുന്നു. ഈ വചനം എന്നെ വളരെയധികം സ്പർശിച്ചു. ഞാൻ അന്നേരം തന്നെ പള്ളിയിലേക്ക് ഓടി, അന്നത്തെ കുർബാന കൂടി. അത് കഴിഞ്ഞ് ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, എന്തായാലും വിസയുടെ കാര്യത്തിൽ ഇതുവരെ ഒരു അറിവുമില്ല, ഞാൻ എന്തായാലും ടിക്കറ്റ് ബുക്ക് ചെയ്യാണ്, ജപമാല റാലി കൂടാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാണ്. നീ വിചാരിച്ചാൽ എനിക്കെൻ്റെ കുടുംബത്തോടൊപ്പം തിരിച്ചിങ്ങോട്ട് പോരാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസത്തിൽ ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തു. ടിക്കറ്റ് ബുക്ക് ചെയ്ത് 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവിടുത്തെ ജർമ്മനിയിലെ വിസ ഓഫീസിൽ നിന്ന് എനിക്കൊരു മെയിൽ വന്നു. അവിടുത്തെ പേപ്പറുകളെല്ലാം ഇങ്ങോട്ടേക്ക് പോന്നിട്ടുണ്ട് എന്നുള്ള രീതിയിലൊരു മെയിൽ വന്നു. അതായത് ഒരു പ്രതീക്ഷ, പക്ഷെ അന്നേരം ഉറപ്പൊന്നുമില്ല. അങ്ങനെ ഞാൻ അവിടുന്ന് പോന്നു. ഞാൻ 22-ാം തീയതി അവിടുന്ന് ജർമ്മനിയിൽ നിന്ന് ഇങ്ങോട്ട് പോന്നു. 23-ാം തീയതി ഇവിടെ എത്തി. രാവിലെ ഞാനിങ്ങോട്ട് കൃപാസനത്തിലേക്കാണ് ഡയറക്റ്റ് വന്നത്. എന്നിട്ട് ഞാൻ ജീവിത പങ്കാളിയോട് പറഞ്ഞു, കൃപാസനത്തിലേക്ക് വരാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ ഇവിടെ നിന്ന് ഉടമ്പടി പുതുക്കി, ഹസ്ബൻഡ് പുതിയതായിട്ട് ഉടമ്പടി എടുക്കുകയും ചെയ്തു. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോയി. അതിൻ്റെ പിറ്റേ ദിവസം വന്ന് ജപമാല റാലിയും കൂടി 27-ാം തീയതി കഴിഞ്ഞ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 3 മണിയായപ്പം വിസ വരികയാണ്.
വിസ വന്ന് തുറന്നു നോക്കാൻ അപ്പടി ഒരു പേടിയായിരുന്നു. എന്താണ് റിജക്ഷനാണ്, നമുക്ക് തുറന്നു നോക്കുമ്പോഴല്ലേ അറിയാൻ പറ്റുള്ളൂ. അങ്ങനെ തുറന്നു നോക്കിയപ്പം ദൈവം അനുഗ്രഹിച്ച് മാതാവിൻ്റെ കൃപയാൽ എല്ലാവർക്കും വിസ അടിച്ച് കിട്ടി. അതിന് ഈശോയ്ക്കും മാതാവിനോടും എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല. അതിൽ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത് എൻ്റെ വിസ അടിച്ചത് ഞാൻ എന്നാണോ ഇവിടെ കൃപാസനത്തിൽ വന്നത് 23-ാം തീയതി ആ ഡേറ്റിലാണ് എൻ്റെ വിസ അടിച്ചേക്കുന്നത്. അത് നടക്കുന്ന കാര്യമല്ല. എന്നാന്ന് വെച്ചാൽ 20-ാം തീയതിയാണ് അവിടുന്ന് പേപ്പറുകൾ ഇങ്ങ് പോന്നിട്ടുണ്ട് എന്ന് പറഞ്ഞത്. അത് ഏറ്റവും കുറഞ്ഞത് ഒരാഴ്ചയെങ്കിലും എടുക്കാതെ ഇവിടെ ആർക്കും അങ്ങനെ വിസ അടിച്ച് ഞാൻ ഇതുവരെയും കേട്ടിട്ടില്ല. എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ആണേലും 2 ആഴ്ച അല്ലെ 3 ആഴ്ച അങ്ങനെയൊക്കെ എടുത്താണ് വിസ അടിക്കുന്നത്. അതിനോർത്ത് മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. പിന്നത്തെ എൻ്റെ സാക്ഷി എന്ന് പറഞ്ഞാൽ എൻ്റെ 2ാമത്തെ കുഞ്ഞിന് ഇങ്ങനെ ബെഡ് വെറ്റിംഗ് ഉണ്ടായിരുന്നു. അവൻ ജനിച്ച കാലം മുതലുണ്ടായിരുന്നായിരുന്നു. അപ്പോൾ ഞാനിവിടെ നാട്ടിൽ വരുമ്പോൾ, നാട്ടിലുള്ള സമയത്ത് അവൻ്റെ അടിവയറ്റിൽ തൈലം തേച്ച്, ഉടമ്പടി തൈലം തേച്ച് കുരിശിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. അത് പൂർണ്ണമായും മാതാവ് എടുത്തു മാറ്റി. പിന്നെ ഞങ്ങളുടെ വീട്ടിൽ പാമ്പിൻ്റെ ശല്യം എന്ന് പറഞ്ഞാൽ അത് വളരെ കൂടുതലായിരുന്നു. ഞങ്ങളുടെ അടുക്കളയിലും ഒക്കെ ഇങ്ങനെ വളരെ വിഷമുള്ള പാമ്പിനെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ജനലയിലും അങ്ങനെ നമ്മുടെ വീടിൻ്റെ അകത്ത് ഒത്തിരി പാമ്പിൻ്റെ ശല്യമുണ്ടായിരുന്നു. ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിന് ശേഷം ഞാൻ പെരയ്ക്ക് ചുറ്റും ഉടമ്പടി ഉപ്പിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചതിന് ശേഷം ഇപ്പം പാമ്പിൻ്റെ ശല്യം പെരയുടെ അകത്ത് ഒട്ടുമേ ഇല്ല. അത് പൂർണ്ണമായും മാറിപ്പോയി. ഇത്രയും അനുഗ്രഹങ്ങളെല്ലാം തന്ന പരിശുദ്ധ ദൈവമാതാവിനും ഈശോപ്പായ്ക്കും 1 കോടി നന്ദി പറയുന്നു. പിന്നെ ഞാൻ കാരുണ്യപ്രവർത്തികളായിട്ട് ചെയ്യാറ്, ഇവിടുന്ന് ഞാൻ പോകുമ്പോൾ, എല്ലാ പ്രാവശ്യവും പോകുമ്പോൾ ജർമ്മൻ പത്രം വാങ്ങിച്ചുകൊണ്ട് പോയി അവിടുത്തെ പള്ളികളിൽ കൊടുക്കാറുണ്ട്. പിന്നെ ഞാൻ ശുശ്രൂഷിക്കുന്ന രോഗികൾക്ക് മാതാവിനെ പറ്റി പറഞ്ഞ് കൊടുത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുമുണ്ട്. പിന്നെ അതുകൂടാതെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ഭിന്നശേഷിക്കാരുടെ അവരെ നോക്കുന്നവർ അവിടെ കൊണ്ട് സഹായം ചെയ്യാറുണ്ട്. പിന്നെ എല്ലാ ദിവസവും ഞാൻ ബൈബിള് വായിക്കുവാനും മാസത്തിൽ കുമ്പസാരിക്കുവാനും, അവിടെ കുമ്പസാരിക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്, എന്നാലും മാസത്തിൽ കുമ്പസാരിക്കുവാനും അച്ഛൻ്റെ ടോക്കുകൾ കേൾക്കുവാനും എല്ലാം ശ്രമിക്കാറുണ്ട്. ഇത്ര അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി പറയുന്നു. നിത്യത ലക്ഷ്യമാക്കി ജീവിക്കുവാനാണ് ഞാനും എൻ്റെ കുടുംബവും ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും. എൻ്റെ കുഞ്ഞുങ്ങൾ അൾത്താരയിൽ കയറി ഈശോയ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാനും എല്ലാം ദൈവം ഒരുക്കി. ഇതെല്ലാം ഈ അനുഗ്രഹങ്ങളെല്ലാം കിട്ടിയത് ഉടമ്പടിക്ക് ശേഷമാണ്. ഞാൻ എൻ്റെ കുടുംബത്തോടൊപ്പം ജർമ്മനിയിലേക്ക് പോകുമ്പം നിങ്ങളെല്ലാവരും ഞങ്ങളെയും പ്രാർത്ഥനയിൽ ഓർക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഈശോയ്ക്കും മാതാവിനും സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഈ അന്തരീക്ഷത്തിൽ ദൈവമഹത്വം പ്രഘോഷിക്കപ്പെടുന്ന ഈ അൾത്താരയിൽ അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ടു എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഈ അൾത്താരയിൽ ഈ സാക്ഷ്യം പറയുവാൻ ഈശോയും അമ്മ മാതാവും ഞങ്ങളെ അനുഗ്രഹിച്ചതിന് ഞങ്ങൾ ആദ്യമായി നന്ദി പറയുന്നു. എൻ്റെ പേര് ജോൺസൺ, ഇതെൻ്റെ ഭാര്യ സെലിൻ. ഞങ്ങൾ ഇംഗ്ലണ്ടിൽ നിന്ന് വരുന്നു. സാക്ഷ്യം പറയുവാനും നാളെ നടക്കുന്ന ജപമാല റാലിയിൽ പങ്കെടുക്കുവാനുമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. 2024 ഏപ്രിൽ 22-ാം തീയതിയാണ് ഞാൻ ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഞാനും എൻ്റെ കുടുംബവും വളരെയേറെ വിഷമമേറിയ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്ന ഒരവസ്ഥയിൽ സങ്കടപ്പെട്ടും നിരാശപ്പെട്ടും പ്രാർത്ഥനാ ജീവിതത്തിൽ നിന്ന് വിരക്തി വന്ന് ഞങ്ങൾ ഒറ്റപ്പെട്ട് കഴിയുന്ന ഒരു കാലഘട്ടത്തിൽ അമ്മ ഞങ്ങളെ എങ്ങനെ സഹായിച്ചു എന്ന് ബോധ്യപ്പെടുത്തുവാനാണ് ഞാനും എൻ്റെ ഭാര്യയും ഇവിടെ നിൽക്കുന്നത്. എൻ്റെ ഭാര്യയ്ക്ക് കുറച്ച് നാളായിട്ട് ബ്ലീഡിംഗ് ആയിരുന്നു. അത് സ്കാനിങ് ചെയ്ത് നോക്കിയപ്പോൾ ഗർഭപാത്രത്തിൽ ഒരു മുഴയുണ്ടെന്ന് കണ്ടുപിടിച്ചു. അതനുസരിച്ച് ആ സ്കാനിങ്ങിന് ഞാനും സാക്ഷിയാണ്. നമുക്കറിയാം, ഇംഗ്ലണ്ടിൽ കൂടെ വരുന്ന ഭർത്താക്കന്മാർക്കും എന്തെങ്കിലും സ്കാനിങ്ങോ എന്തെങ്കിലും കാര്യങ്ങളും നടത്തുകയാണെങ്കിൽ നമുക്ക് ഭാര്യയോടൊപ്പം ഇരിക്കുവാനുള്ളൊരു അവസരമുണ്ട്. അപ്പം ഞാനും അത് കണ്ടതാണ്. സ്കാനിങ്ങിൽ ഡോക്ടർ അത് ലോക്കൽ അനസ്തേഷ്യ നൽകി ആ മുഴ എടുത്തു മാറ്റുവാൻ ശ്രമിച്ചുവെങ്കിലും കഠിനമായ വേദനയും ഭാര്യ അതിനോട് ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായതുകൊണ്ടും ആ സർജനായ ഡോക്ടർ തന്നെ പറഞ്ഞു,
നമുക്ക് ജനറൽ അനസ്തേഷ്യ നൽകി ഇത് നമുക്ക് എടുത്തു മാറ്റാമെന്ന്. അങ്ങനെ നമുക്കറിയാം ഞങ്ങൾക്കവിടെ ഒരു സർജറിക്ക് ആഴ്ചകൾ മാസങ്ങൾ വെയിറ്റ് ചെയ്യണം. അപ്പം ഞങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടാൻ വെയിറ്റ് ചെയ്യുന്ന ആ സമയത്ത് ഞങ്ങൾ ഇവിടെ കൃപാസനത്തെക്കുറിച്ച് കേൾക്കുകയും അമ്മയുടെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് സർജറിക്കായിട്ട് ഒരുങ്ങാമെന്ന് ഞാൻ ഭാര്യയോട് പറയുകയും ചെയ്തു. അങ്ങനെ ഞാനും ഭാര്യയും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും അമ്മയോട് പ്രാർത്ഥിക്കുകയും ചെയ്തു. അതിനുശേഷം ഇവിടെ വന്നതിന് ശേഷം പിറ്റേ ദിവസമായിരുന്നു വൈഫിന് സർജറി. അപ്പം ഞാനും അവിടെ വെയിറ്റ് ചെയ്യുകയാണ്. ഭാര്യനെ തിയേറ്ററിലേക്ക് കൊണ്ടുപോയി ജനറൽ അനസ്തേഷ്യ കൊടുത്തു. ആദ്യമേ ചെയ്യുവാൻ ശ്രമിച്ച അതേ ഡോക്ടർ തന്നെയാണ് ഇപ്രാവശ്യവും ചെയ്യുന്നത്. അതുകൊണ്ട് പിന്നെ സ്കാനിങ് അവർ ചെയ്തില്ല. അങ്ങനെ സർജറി ചെയ്യാൻ സമയത്ത് ഡോക്ടർ എത്ര ശ്രമിച്ചിട്ടും ആ മുഴ അവിടെ കാണുവാൻ സാധിക്കുന്നില്ല. ഭാര്യ അനസ്തേഷ്യ എടുത്ത് അങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഡോക്ടർ പുറത്തു വന്ന് എന്നെ കാണണമെന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞു, വളരെ സോറി, നിങ്ങളും കണ്ടതല്ലേ ആ മുഴ അവിടെ നിന്ന് അപ്രത്യക്ഷമായി പോയിരിക്കുന്നു എന്ന് എന്നോട് പറഞ്ഞു. അതുകൊണ്ട് ബ്ലീഡിംഗ് ഒന്നും ഇനി ഉണ്ടാകത്തില്ല, അതെല്ലാം പൂർണ്ണമായിട്ടും സൗഖ്യപ്പെട്ടതായിട്ട് ഞങ്ങൾക്ക് ബോധ്യമായിരിക്കുന്നുവെന്ന് ഡോക്ടർ പറഞ്ഞു. ഞാനവിടെ വെയിറ്റ് ചെയ്തു. എൻ്റെ വൈഫ് അവിടുന്ന് ഇറങ്ങി വന്ന സമയത്ത് എന്നെ വന്ന് കെട്ടിപ്പിടിച്ച് അമ്മ മാതാവിനും ഈശോയ്ക്കും നന്ദി പറഞ്ഞു. ഈ അത്ഭുതം അമ്മയിലൂടെ ഈശോ ഞങ്ങൾക്ക് നൽകിയതാണെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. രണ്ടാമതായ സാക്ഷ്യം പറയുന്നത്, എനിക്ക് 23 വർഷമായിട്ട് ഞാൻ പോക്കൂര് നടത്താൻ വേണ്ടി ശ്രമിച്ച എൻ്റെ ഒരു പ്രോപ്പർട്ടി അത് നടത്താൻ സാധിക്കാണ്ട് ഞാൻ വളരെയധികം ബുദ്ധിമുട്ടിയിരുന്നു. അത് അവസാനം ഞാനത് പോക്കൂര് നടത്തുന്നില്ല എന്ന് തീരുമാനിച്ച് ഉപേക്ഷിച്ചായിരുന്നു. ഓരോ പ്രാവശ്യം വരുമ്പോൾ നടത്താൻ ശ്രമിക്കും. പക്ഷേ ആ പ്രോപ്പർട്ടി അന്ന് ഞാൻ വാങ്ങിച്ചൊരു പ്രോപ്പർട്ടിയാണ് എൻ്റെ അപ്പച്ചൻ പറഞ്ഞതിന് മൂലം. അപ്പച്ചനത് പറഞ്ഞു, ആ വീട്ടുകാരെ ആ സ്ഥലം മേടിച്ച് നീ ഒന്ന് സഹായിക്കുകയാണെങ്കിൽ അവർക്കത് വളരെ ഉപകാരമായിരിക്കും. 2-3 മക്കളെ കല്യാണം കഴിച്ച് വിട്ടുവെങ്കിലും ആ ചേട്ടനൊന്നും കൊടുക്കുവാനൊന്നും സാധിച്ചില്ല. ഈ പ്രോപ്പർട്ടി ഒന്ന് വിറ്റ് പോവുകയാണെങ്കിൽ നീ അതൊന്ന് വാങ്ങിക്കുകയാണെങ്കിൽ വളരെ ഉപകാരമാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അപ്പച്ചാ എനിക്കത് വാങ്ങിച്ചിട്ട് എനിക്ക് എന്താണ് പ്രയോജനം, ഞാനത് വാങ്ങിക്കണോ? അവസാനം അപ്പച്ചൻ്റെ നിർബന്ധപ്രകാരം ഞാനത് വാങ്ങിച്ചു. പക്ഷേ ആ സ്ഥലത്തിന് ഒത്തിരി നൂലാമാലകളുണ്ടായിരുന്നു. അത് ആ ചേട്ടൻ്റെ അമ്മയുടെ പേരിലായിരുന്നു സ്ഥലം. അവരത് പോക്കൂര് നടത്തി ചേട്ടൻ്റെ പേരിലേക്ക് ആക്കിയിട്ടില്ലായിരുന്നു. അതിനുശേഷം ആ ചേട്ടനും മരിച്ചുപോയി. അതിനുശേഷം മകനും മക്കളും എല്ലാവരും കൂടിയാണ് ഈ പ്രോപ്പർട്ടി ഞങ്ങൾക്ക് എഴുതി തരുന്നത്. അങ്ങനെ ഇരുന്ന കാലഘട്ടത്തിൽ ഞാനത് പോക്കൂര് നടത്താൻ ശ്രമിച്ചെങ്കിലും എനിക്ക് സാധിച്ചില്ല. അങ്ങനെ ഞാനത് ഉപേക്ഷിച്ച് വളരെ നിരാശപ്പെട്ട് കിടക്കുകയായിരുന്നു. അങ്ങനെ റീസർവേ വന്നപ്പോൾ എൻ്റെ സ്ഥലവും അളക്കപ്പെട്ടു. അപ്പോൾ എൻ്റെ തൊട്ടടുത്തുള്ള ആ ചേട്ടന്, വേറൊരു ചേട്ടന്, അദ്ദേഹം വേറൊരു ഇതര മതവിശ്വാസിയായിരുന്നു. അദ്ദേഹം ചെന്ന് വില്ലേജിൽ കംപ്ലയിൻറ്റ് പറഞ്ഞു, അദ്ദേഹത്തിന് സ്ഥലം കുറഞ്ഞു പോയി എന്ന്. ഏകദേശം 1/2 ഏക്കർ സ്ഥലത്തോളം എനിക്ക് കൂടുതലും അദ്ദേഹത്തിന് കുറവുമായിട്ട് വന്നു. അപ്പോൾ എന്നെ വില്ലേജിൽ നിന്ന് വിളിച്ചു, എൻ്റെ വീട്ടിൽ വിളിച്ചു. അപ്പോൾ ഞാൻ പിന്നെ ഇവിടെ വന്നു. എന്നിട്ട് അവർ ആ സ്ഥലം രണ്ടാമത് അളന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, വർഷങ്ങളായിട്ട് ഞങ്ങൾ വളരെ സ്നേഹത്തിൽ കഴിയുന്ന ഒരു ചേട്ടനാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിന് ഒരു കാരണവശാലും ഒരു നഷ്ടവും വരരുത്. എനിക്ക് നഷ്ടം വന്നാൽ പോലും എനിക്കത് കുഴപ്പമില്ല. അദ്ദേഹത്തിൻ്റെ സ്ഥലത്തിന് കുറവ് വരരുത്, കൂടുതലാണെങ്കിൽ അദ്ദേഹത്തിന് കൊടുത്തേക്കാൻ പറഞ്ഞു. അങ്ങനെ അളന്ന് എനിക്ക് അർഹതപ്പെട്ട് മാത്രം തിട്ടപ്പെടുത്തി ബാക്കിയുടെ അദ്ദേഹത്തിന് കൊടുക്കുകയും ചെയ്തു. അങ്ങനെ അത് ഞാനിവിടെ സാക്ഷ്യമെടുത്തതിൻ്റെ വിതിൻ 90 ഡേയ്സിന് ഉള്ളിൽ സംഭവിക്കുന്ന ഒരു കാര്യമായിരുന്നു. ഞാൻ 23 വർഷം ഞാനതിന് വേണ്ടി ട്രൈ ചെയ്തിട്ട് അവസാനം ഉപേക്ഷിച്ച് പോകുന്ന ഒരു ഘട്ടത്തിലാണ് അമ്മ മാതാവ് ഇടപെട്ട് ഞാൻ പോലും വേണ്ടാന്ന് വെച്ച കാര്യം എനിക്ക് വേണ്ടി വേറൊരാൾ ട്രൈ ചെയ്ത് എനിക്ക് വേണ്ടി അത് നടത്തി തന്നത്. ഞാൻ അമ്മയോടും ഈശോയോടും ഇതോർത്ത് നന്ദി പറയുന്നു. കാരുണ്യപ്രവൃത്തികൾ ഞാൻ ചെയ്തത്, ഞങ്ങളുടെ അവിടെ കൗൺസിൽ കുറേ നാളായിട്ട് സമരത്തിലായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ പള്ളി ഇരിക്കുന്ന ഒരു ഡിപ്രൈവ്ഡ് ആയിട്ടുള്ള ഏരിയയിലാണ്. അമ്മ മാതാവിൻ്റെ റോസറിയുടെ കുന്തയുടെ പേരിലുള്ള ഒരു പള്ളിയാണ്. ആ പള്ളിയുടെ ഫ്രണ്ടിലെല്ലാം ഇങ്ങനെ ചപ്പ് ചവറുകൾ ഇങ്ങനെ കുന്നുകൂടി ഇങ്ങനെ കിടക്കുമായിരുന്നു. ആരും ക്ലീൻ ചെയ്യാനില്ലാത്ത അവസ്ഥ. ആ അവസരത്തിൽ ഞാൻ അച്ഛനോട് ചോദിച്ചു, അച്ഛാ അത് ആരും ക്ലീൻ ചെയ്യാണ്ട് ഇങ്ങനെ കിടക്കണം കാണുമ്പോൾ എനിക്ക് സങ്കടം വരുന്നു, ഞാനായിട്ടത് ചെയ്തോട്ടെ എന്ന് ഞാൻ ചോദിച്ചു. അച്ഛൻ പറഞ്ഞു ചെയ്തോ എന്ന് പറഞ്ഞു. അങ്ങനെ അതിരാവിലെ ഞാൻ കൂടുമായിട്ട് ഇറങ്ങി ആ പ്രദേശം മൊത്തം ഞാൻ ക്ലീൻ ചെയ്തു. അത് എനിക്ക് ചെയ്യാൻ പറ്റി വളരെ സന്തോഷകരമായ ഒരു കാര്യമായിരുന്നു. ഞാൻ വളരെ സ്നേഹത്തോടു കൂടിയാണ് ചെയ്തത്. പിന്നെ
കാരുണ്യ പ്രവൃത്തികൾ ഞാൻ ഒരു മിഷൻ രൂപതയിലെ ഒരു വില്ലേജ് എനിക്ക് ദത്തെടുക്കുവാനുള്ള ഭാഗ്യം കിട്ടി. അത് ദത്തെടുത്ത് അവിടെ വചനം അറിയിക്കാത്തവരെ അറിയിക്കുവാനായിട്ടുള്ളൊരു ഭാഗ്യം എനിക്ക് കിട്ടി. ബൈബിൾ വാങ്ങിച്ചു കൊടുക്കുവാൻ, അവിടെ ഭക്ഷണം വിതരണം ചെയ്യുവാൻ ഒക്കെ എനിക്ക് അവസരം ഉണ്ടാക്കി തന്നു. എൻ്റെ അടുത്തുള്ള ഒരു അനാഥാലയത്തിൽ, എൻ്റെ തൊട്ടടുത്തുള്ളതാണ്, ഒരു 5-6 മൈൽ പോയാൽ മതി. പക്ഷേ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഞാൻ അവിടെ പോയിട്ടില്ല. എന്തുകൊണ്ടോ പോയിട്ടില്ല. 10-30 വർഷമായിട്ടുള്ള ഒരു അനാഥാലയമായിട്ട് പോലും ഞാനവിടെ പോയിട്ടില്ല. പക്ഷേ ഞാൻ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ ജീവിതത്തിന് ഞാൻ തിരിച്ചറിഞ്ഞു, എനിക്ക് ഇത് ഭൗതികമായിട്ടുള്ള എൻ്റെ നേട്ടങ്ങളേക്കാൾ ഉപരി എന്നെക്കാളും സഹിക്കുന്ന സഹനപാതയിലോ കടന്നു പോകുന്ന അനേകരുണ്ടെന്നുള്ളൊരു ബോധ്യം എനിക്കും എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ കുടുംബത്തിനും തിരിച്ചറിയാൻ പറ്റി.